കാര്യമാണ്. എത്രയടി പറഞ്ഞു പറഞ്ഞില്ലേ? പറഞ്ഞു എത്രയാ? ചോദിക്കതല്ലേ, ചോദ്യം പറയും. എത്രയാ? ആലോചിച്ച് പറയാം. എത്രയാ നോർമൽ? നോർമൽ എത്ര പറയട്ടെ? നോർമൽ എത്രയാ? 60 മുതൽ 180 ആണോ? 60 മുതൽ 180 ആണോ? 60 മുതൽ 180 ആണോ? T3 60 മുതൽ 180 ആണോ? T3 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. നോർമൽ T3 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ആലോചിച്ച് പറയുക, ആലോചിച്ച് പറയുക. നോർമൽ T3 എന്ന് പറയുന്നത് 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ആലോചിച്ച് പറയുക എല്ലാവരും. നോർമൽ T3 എന്ന് പറയുന്നത് 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? 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 T4 ആണെങ്കിൽ 5 തൊട്ട് 12 ഇത് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? T4 ആണെങ്കിൽ 5 തൊട്ട് 12 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ആണോ? പറഞ്ഞേ, ഇത് വാല്യൂ വയ്ക്കൂടെ? നോക്കണം, ആദ്യം പഠിക്കണം. ഇത് ഹൈപ്പറും ഹൈപ്പോ പഠിക്കുമ്പോഴേ ഹൈപ്പറും ഹൈപ്പോ എന്തെന്ന് പഠിക്കുന്ന മുമ്പായിട്ട് ആദ്യം അത് ഓർമ്മിക്കണം. അത് ഹൈപ്പർ തൈറോയിഡ്സും ഹൈപ്പോ തൈറോയിഡ്സും പഠിക്കുന്ന മുമ്പായിട്ട് ഹൈപ്പർ പറഞ്ഞെങ്കിലും ഹൈപ്പോ പറഞ്ഞെങ്കിലും ആദ്യം നോർമൽ വാല്യൂ അറിഞ്ഞിരിക്കണം. എത്രയാ? നോർമൽ T3 ആണ് ഇമ്പോർട്ടന്റ്. എത്രയാ നോർമൽ T3 എത്രയാ? 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ അല്ലേ? നോർമൽ T3 എന്ന് എത്രയായിരിക്കും? T3 ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. T4 ആണെങ്കിലോ? T4 ആണെങ്കിലോ 5 മുതൽ പറഞ്ഞ കാര്യം ഇതൊക്കെ. 5 മുതൽ പറഞ്ഞില്ല, 5 മുതൽ 12 ആണോ? 5 മുതൽ 12 ആണോ? 5 മുതൽ 12 ആണോ? വാല്യൂസ് ചോദിക്കും. പറഞ്ഞ കാര്യം എത്രയാ? വായിച്ചില്ലായിരുന്നു. 5 മുതൽ 12 ഇത് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ അല്ലേ? മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ അല്ലേ? മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ അല്ലേ? ആണോ? ഗസ് പറയുക. ആണോ? വായിച്ചു ആരെങ്കിലും? വായിച്ചോ? വായിച്ചിട്ടാണോ ക്ലാസ്സിൽ? വായിച്ചിട്ടാണോ ക്ലാസ്സിൽ വന്നത്? T3 ആണ് എപ്പോഴും ചോദ്യം വരുന്നത്. എത്രയാ? 60 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ T3 ആയി. T4 ആണെങ്കിൽ 5 തൊട്ട് 12 അല്ലേ? 5 തൊട്ട് 12 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആയി. അത് TSHO? അത് TSHO അറിയായിരിക്കും. 0.5 തൊട്ട് 5 അല്ലേ? 0.5 തൊട്ട് 5 അല്ലേ? 0.5 തൊട്ട് 5 അല്ലേ? ആണ് അല്ലേ? 0.5 തൊട്ട് 5 അല്ലേ? 5 അല്ലേ? അല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലേ? അത് 3 വാല്യൂസ് എപ്പോഴും ഓർമ്മ കേട്ടോ. അത് 3 വാല്യൂസ് എപ്പോഴും ഓർമ്മയാണ്. കാരണം ഹൈപ്പർ തൈറോയിഡ്സും ഹൈപ്പറും പഠിക്കുമ്പോൾ അത് 3 വാല്യൂസ് എപ്പോഴും ഓർമ്മയാണ്. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്? എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന എന്താണ് ഈ പറഞ്ഞത്? തൈറോയ്ഡ് ഹോർമോൺസിന്റെ എക്സസ് സെക്രീഷൻ ആണോ? എക്സസീവ് സെക്രീഷൻ ആണോ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ എക്സസീവ് സെക്രീഷൻ പറഞ്ഞ പേരല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ എക്സസ് സെക്രീഷൻ പറഞ്ഞ പേര് എന്താ? ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? അല്ലേ? പ്രധാനമായിട്ടും ഇവിടെ ഏത് ഹോർമോൺ കൊടുക്കുന്നത്? T3 T4. ഞാൻ നേരത്തെ പറഞ്ഞ T3 T4 മാത്രം പ്രധാനം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ T3 T4 ആണോ എക്സസീവ് ആയിട്ട് സെക്രട്ടറി? ഞാൻ വിളിക്കാമോ? ഇമ്പോർട്ടന്റ് ആണ്. വിളിക്കാമോ? T3 T4 കൂടുതൽ ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞൂടെ? T3 T4 കൂടിയ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാം. തൈറോയ്ഡ് ഹോർമോൺസ് കൂടുമ്പോൾ എപ്പോഴും ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്. അതിന്റെ കോസസ് ഇമ്പോർട്ടന്റ് ആണ്. തൈറോയ്ഡ് ഹോർമോൺസ് കൂടുമ്പോൾ ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിലും ഇപ്പോൾ കാര്യം ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ്. എന്താ കാര്യം? എന്താ പഠിച്ചു? തൈറോയ്ഡ് ഹോർമോൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഓർമ്മിച്ച് നോക്കി. ഞാൻ പറഞ്ഞാണ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് മെറ്റബോളിസം കൂട്ടോ? റേറ്റ് ഓഫ് മെറ്റബോളിസം കൂട്ടുമോ? റേറ്റ് ഓഫ് മെറ്റബോളിസം BMR കൂട്ടോടെ? മെറ്റബോളിസം കൂട്ടോടെ? അതിന് ഓക്സിജൻ യൂട്ടിലൈസേഷൻ കൂട്ടോ?
ഓക്സിജൻ യൂട്ടിലൈസേഷൻ കൂട്ടും. അതിന്റെ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവാറില്ലേ? അല്ലേ? കൂടില്ലേ? പക്ഷെ ഇവിടെ വരുമ്പോ ഈ ഹോർമോൺസ് കൂടി അതിനൊക്കെ പ്രശ്നം വരില്ലേ? ഹോർമോൺസ് കൂടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹോർമോൺസ് കൂടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരില്ലേ? കൂടില്ലേ? അങ്ങനെ നല്ല എക്സസീവായിട്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ ഇപ്പൊ ഹൈപ്പർ തൈറോയിഡ്സ് വരുമ്പോൾ റേറ്റ് ഓഫ് മെറ്റബോളിസം കൂടെ കുറയും. എക്സസീവായിട്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ റേറ്റ് ഓഫ് മെറ്റബോളിസം കൂടുമോ കുറയുമോ? കൂടില്ലേ? റേറ്റ് ഓഫ് മെറ്റബോളിസം കൂടും. അത് കാരണം എന്തൊക്കെ കോസ് വരാം? കാരണം എന്തൊക്കെയാ? ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞാൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കോസ് എന്തൊക്കെയുണ്ട്? പ്രധാനപ്പെട്ടത് പിറ്റ്യൂട്ടറി കോസ് ഉണ്ടോ? വരാറുണ്ടോ? ഉണ്ട്. പിറ്റ്യൂട്ടറി കോസായിട്ട് പറയാം. TS കൂടി TSH കൂടി എന്ന് പറഞ്ഞുകൂടെ? TSH കൂടുതൽ ഓട്ടോമാറ്റിക് ആയിട്ട് T3 T4 കൂടെ ഒന്നുകൂടെ. അത് മാത്രമാണോ? ഇത് ക്യാൻസർ ഒന്നുകൂടെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ക്യാൻസർ മെലിഗ്നൻസി വന്നാലും കൂടിക്കൂടെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു മെലിഗ്നൻസി വന്നാലും കൂടല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തെങ്കിലും മെലിഗ്നൻസി വന്നാൽ, കാർസിനോമ വന്നാലും, ഒരു ഗ്രോത്ത് വന്നാലും ഇപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ TSH എല്ലാം കൂടിക്കൂടെ അല്ലേ? സോ അത് പിറ്റ്യൂട്ടറി കോസ് അല്ലേ? അത് പിറ്റ്യൂട്ടറി കോസകൾ കൂട്ടെ. ഇത് പഠിച്ചില്ല ഇതൊക്കെ? പഠിച്ചു കാര്യം ഇതൊക്കെ. ഞാൻ വീണ്ടും അതുപോലെ പറയണം. വീണ്ടും പഠിച്ച അതേ രീതി പറയാണ്. ഒന്ന് കേട്ടെടുത്തൂടെ? ഒന്ന് കേട്ട് പഠിച്ചൂടെ? അതുപോലെ പഠിച്ചൂടെ? ഇനി വീണ്ടും ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും ഇതൊരിക്കലും വായിക്കുന്ന ആവശ്യമില്ല. ശരിയല്ലേ? വീണ്ടും ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ടിരുന്ന് വായിക്കുന്നതിനെക്കാട്ടിലും 1-2 ക്ലാസ് വെച്ചെന്നാണ് ഇത് റിവിഷൻ ഫുള്ളെല്ലാം കംപ്ലീറ്റ് ആവും. സോ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനുള്ള കാർസിനോമയോ എന്തെങ്കിലും വന്നാൽ ഒരു കോസ് ആണെന്ന് പറഞ്ഞു. അടുത്ത കോസ് എന്താ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കോസ് കഴിഞ്ഞാൽ അടുത്ത കോസ് എന്താ? തൈറോയ്ഡ് ഗ്ലാൻഡ് കോസ് ഉണ്ടോ? തൈറോയിഡ് കോസ് അതായത് ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡിൽ വരുന്ന പ്രശ്നമല്ലേ? അല്ലേ? എന്താ വരും? ഇത് മെലിഗ്നൻസി അവിടെ മെലിഗ്നൻസി ഒന്നുകൂടെ, ക്യാൻസർ ഒന്നുകൂടെ. തൈറോയ്ഡ് ഗ്ലാൻഡിനും മെലിഗ്നൻസി വന്നാൽ എന്താണ്? അതും ഒരു കോസായി കൂട്ടും. ഹൈപ്പർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു വാക്കുണ്ട്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് ഗ്രേവ് ഡിസീസ് കണ്ടുണ്ടോ? ഗ്രേവ് ഡിസീസ് എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. ഗ്രേവ് ഡിസീസ് അത് കോസാണ്. അതൊരു കോസാണ്. ഗ്രേവ് ഡിസീസ് കേട്ടോണ്ടെങ്കിലും ഗ്രേവ്സ് ഡിസീസ് കേട്ടിട്ടുണ്ടോ? അത് വേറെ പേരുണ്ട്. വേറൊരു പേര് കൂടി ഇടയ്ക്കായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ഇത് ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ അല്ലേ? ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്ന പേര് കൂടെ ഈയിടെയായിട്ടുള്ള എക്സാമിന് ചോദിച്ചു കാണുന്നുണ്ട്. 2 പേര് ഓർമ്മിക്കും. എന്തായിരിക്കും ഇത്? അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലേ? ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഹൈപ്പർ തൈറോയിഡ്സിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് ചോദിച്ചാൽ, എന്തായിരിക്കും? ഗ്രേവ് ഡിസീസ് അല്ലേ? ഹൈപ്പർ തൈറോയിഡ്സിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണ് ചോദിച്ചാൽ എന്തായിരിക്കും? ഇതല്ലേ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയ ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസ് അല്ലേ? അല്ലേടെ എന്താണ് ഇത്? ഗ്രേവ് ഡിസീസ് എന്താ? ആർക്ക് പറയാം? എന്തായിരിക്കും? എന്ത് ചെയ്യും? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ ഉണ്ടാവും. ഇമ്മ്യൂണോഗ്ലോബിന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിനെ റിലീസ് ചെയ്യും. TSA എന്ന് പറയും. TSA എന്ന് പറയുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബിൻ റിലീസ് ചെയ്യും. ഓട്ടോ ഇമ്മ്യൂൺ വാക്ക് അർത്ഥം എന്താ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന വാക്കിന് അർത്ഥം എന്താ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്വന്തമായിട്ട് തന്നെ ഒരു ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചെന്ത് ചെയ്യും? സ്വന്തം തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡിസാണോ? സ്വന്തം തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡിസീസ് ആണോ? ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തന്നെ ആലോചിക്കുക. സ്വന്തം തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡിസോർഡർ ആണ്. മാത്രമല്ല ഇവർ എന്ത് ചെയ്യും? ഇവർ TSA ഉണ്ടാക്കും. എന്ത് ചെയ്യും? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഇത് സംഭവം TSA ഫോം ചെയ്യും. TSA എന്താ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബിൻ. ശരിയല്ലേ? TSH പോലുള്ള സംഭവം തന്നെയാണ്. ഇത് ചെയ്യും TSA റിലീസ് ചെയ്യും. TSA റിലീസ് ശേഷം തൈറോയ്ഡ് എന്ത് ചെയ്യും?
enlargement of the thyroid gland, enlargement സംഭവിക്കും അല്ലേ? enlarge എന്താ വലിപ്പം കൂടി പതിയെ ഗോയിറ്ററിലോട്ട് പൊയ്ക്കൂടെ? enlarge പതിയെ ഗോയിറ്ററിലോട്ട് പോകാം. മറക്കരുത്, തൈറോയ്ഡ് ഗ്ലാൻഡ് enlarge ചെയ്ത് ഗോയിറ്ററിലോട്ട് വരെ പോകാം. അപ്പോൾ ആദ്യം എന്താ ഗ്രേവ് ഡിസ് കൂടെ ഉണ്ടായിക്കൂടെ? ഇമ്പോർട്ടന്റ് കോഴ്സ് ആണ്, എക്സാമിന് ചോദിക്കും. ഫസ്റ്റ് കോഴ്സ് എന്താ? ഗ്രേവ് ഡിസ് അല്ലേ? ഫസ്റ്റ് കോഴ്സ് എന്താ? ഗ്രേവ് ഡിസീസ്. മറക്കൂ കാര്യം? മറക്കുമോ? ഗ്രേവ് ഡിസീസ് മറക്കും? മറക്കൂടെ? ചോദിക്കൂടെ? ഹൈപ്പർ തൈറോയിഡ്സിന്റെ മോസ്റ്റ് കോമൺ കോസ് ഏതാ? ഹൈപ്പർ തൈറോയിഡ്സിന്റെ മോസ്റ്റ് കോമൺ കോസ് ഏതും ചോദ്യം എന്തെഴുതും? മോസ്റ്റ് കോമൺ കോസ് എന്നോ എന്തെഴുതും? ഗ്രേവ് ഡിസീസ് ആണ്, ആട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. ഇത് കുറെ ചോദിക്കും കേട്ടോ. ആട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ എന്ത് ഇമ്യൂണോഗ്ലോബിൻ ഫോം ചെയ്യും? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്യൂണോഗ്ലോബിൻ ഫോം ചെയ്യാൻ സഹായിക്കും. പതിയെ സ്വന്തം എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡ് enlarge ചെയ്ത് സ്വന്തമായിട്ട് തന്നെ അതിനെ അഫക്ട് ചെയ്യും ചെയ്യല്ലേ? ശരിയല്ലേ? ഗോയിറ്റർ ഉണ്ടാകാം. മെലിഗ്നൻസി കോസ് ആണ്. ഈ എല്ലാ കാസിനും പറഞ്ഞു. ഈ മൂന്നാമത്തെ കോസാണ് തൈറോയിഡൈറ്റിസ്. ഈ മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ തൈറോയിഡൈറ്റിസ് എന്താ? സിംപ്ലി എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ? സിംപ്ലി ഇൻഫ്ലമേഷൻ ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡും ഉണ്ടാകും. മൂന്നാമത്തെ കോഴ്സ് തൈറോയിഡൈറ്റിസ് വന്നാലും ഉണ്ടാകാറുണ്ട്. നാലാമത്തെ പേര് കേട്ടാണ് ഹാഷിമോട്ടോ ഡിസീസ് എന്നുണ്ടെങ്കിൽ ഹാഷിമോട്ടോസ് ഡിസീസ് എന്നോ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹാഷിമോട്ടോസ് ഡിസീസ് എന്നോ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നോ വാക്ക് കേട്ടുണ്ടോ? പറഞ്ഞേ ഉണ്ടോ? ഉണ്ടോ? അത് എന്താ? ഇതും ആട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസ് അല്ലേ? ഇതും ആട്ടോ ഇമ്യൂൺ തൈറോയിഡ്സ് അല്ലേ? അതായത് ഈ പറഞ്ഞ എന്താണ്? സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ? സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? തൈറോയിഡിനെ അഫക്ട് ചെയ്യുന്നല്ലേ? സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ എന്താ തൈറോയിഡ് സിസ്റ്റം അഫക്ട് ചെയ്യുന്നല്ലേ? ശരിയല്ലേ? സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? തൈറോയിഡ് ഗ്ലാൻഡ് അഫക്ട് ചെയ്തല്ലേ? അല്ലേ? ആദ്യം നോർമൽ ഇൻഫെക്ഷൻ വരുന്നു, ഇൻഫ്ലമേഷൻ വരുന്നു, പതിയെ പക്ഷെ ഹാഷിമോട്ടോ എന്ത് ചെയ്യും? സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആദ്യം തൈറോയിഡൈറ്റിസ് വരും, പിന്നെ അത് പതിയെ ഹാഷിമോട്ടോസ് ഡിസീസ് ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇതുവരെ പറഞ്ഞ കോഴ്സ് കിട്ടിയല്ലോ? ഇത്രയും കോഴ്സ് കിട്ടിയല്ലോ? പഠിച്ച കാര്യം കിട്ടിയല്ലോ? കിട്ടി. ഇനി ഒരു കോഴ്സ് ഉണ്ടോ? The toxic multinodal goiter, the TMNG, toxic multinodal goiter. കേട്ടോ? ഇത് കോഴ്സാണ്. The toxic multinodal goiter എന്തായിരിക്കും? ഇവിടെയും തൈറോയ്ഡ് ഗ്ലാൻഡ് enlarge വഴി, പക്ഷെ എന്താ സംഭവിക്കും? ഹൈപ്പർ തൈറോയിഡ്സ് എന്തായിരിക്കും? സ്വന്തമായിട്ട് കുറെ നോഡ്യൂൾസ് ഫോം ചെയ്യില്ലേ? ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ സ്വന്തമായിട്ട് കുറെ നോഡ്യൂൾസ് ഫോം ചെയ്യും. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് കുറെ നോഡ്യൂൾസ് ഫോം ചെയ്യല്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡ് തൊട്ട് മുകൾ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും? കുറെ നോഡ്യൂൾസ് ഫോം ചെയ്യല്ലേ? അതിന്റെ മുകൾ ഭാഗത്ത് എപ്പോഴും ഔട്ട്സൈഡ് മാത്രം കുറെ നോഡ്യൂൾസ് ഫോം ചെയ്ത് വിളിക്കും. ടോക്സിക് മൾട്ടി നോഡൽ ഗോയിറ്ററും ഉണ്ടാകും. ഇതും കോസല്ലേ? ഇത് ഉണ്ടാവും. എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ പറഞ്ഞ നോഡുലസ് ഫോം തന്നെ T3 T4 ഓട്ടോമാറ്റിക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതും ഒരു കോസാണ്, ഹൈപ്പർ തൈറോയിഡ്സിന്റെ കോസാണ് ടോക്സിക് മൾട്ടി നോഡുലർ ഗോയിറ്റർ. അപ്പൊ ഹാഷിമോട്ടോസ് പറഞ്ഞു, തൈറോയിഡൈറ്റിസ് പറഞ്ഞു, ടോക്സിക് മൾട്ടി നോഡുലർ ഗോയിറ്റർ പറഞ്ഞു. വേറെന്ത് പറഞ്ഞു? അത് ഗ്രേവ്സ് പറഞ്ഞു അല്ലേ? ഗ്രേവ്സ് പറഞ്ഞു. ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോടെ? പഠിച്ച കാര്യം കിട്ടിയോടെ? അല്ലാതെ ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് ഫോൺ നോക്കി കുറെ കഴിയും എന്ത് അറിയാമോ? മതി, നാളെ പഠിക്കാം അല്ലെ? ഫോണൊക്കെ എടുത്ത് വെച്ച് പഠിക്കും. എന്താണ് ഇന്ന് ഇത്രയും വായിച്ചത്, നാളെ പഠിക്കാം അല്ലെ? എപ്പോഴും അങ്ങനെയല്ലേ? നാളെ പഠിക്കാം അല്ലേ? നാളെ പഠിക്കാം. യെസ്. പിന്നെ ക്ലാസ് ഉണ്ടോ?
വേറെ കോഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? ഇനി ഒരു കോഴ്സ് ഉണ്ട്, കഴിഞ്ഞ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഇത് ഡ്രഗ് അറിയാൻ വരാമോ? ഏതെങ്കിലും ഒരു ഡ്രഗ് അറിയാമോ? ഡ്രഗ്സ് വരാമോ? ഇത് തൈറോയിഡൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രഗിന്റെ പേരെന്താ? തൈറോയിഡൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ ഡ്രഗിന്റെ പേരെന്താ? അമിനോഡെറോണോ? ആന്റി അരിത്തമെറ്റിക് ഡ്രഗായ അമിനോഡെറോണോ? അമിനോഡെറോൺ ആണോ? ആന്റി അരിത്തമെറ്റിക് ഡ്രഗായ അമിനോഡെറോൺ തൈറോയ്ഡ് ഹോർമോൺസിൽ കൂട്ടില്ലേ? ആന്റി അരിത്തമെറ്റിക് ഡ്രഗ് അമിനോഡെറോൺ ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺസ് കൂട്ടാറില്ലേ? T3 T4 കൂട്ടല, അതൊരു കോഴ്സ് അല്ലേ? അതും ഹൈപ്പർ തൈറോയിഡ്സിലെ കൂടെ ആന്റി അരിത്തമെറ്റിക് ഡ്രഗ് അമിനോഡെറോണും T3 T4 കൂട്ടി ഹൈപ്പർ തൈറോയിഡ്സം ഉണ്ടാക്കാം. കൂടെ ചോദിക്കാം സാർ ക്ലാസ്സിൽ നോക്കില്ല, ഇത് ഗ്രൂപ്പ് ഒന്നും നോക്കില്ല കേട്ടോ. ക്ലാസ്സില്ലേ എപ്പോ പഠിച്ചപ്പോ പാസ്സാമോ? ക്ലാസ്സില്ലേ? ഇതെല്ലാം പരീക്ഷ ചോദിക്കട്ടോ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ. ഇതെല്ലാം പഠിക്കണം, എക്സാമിന് ചോദിക്കും. അറിയാലോ, ഇത് ഗ്രേവ് ഡിസീസ് ചോദിക്കാറില്ലേ? ഗ്രേവ് ഡിസീസ് ചോദിക്കാറുണ്ട്, ഹാഷ്മുട്ടോസ് ചോദിക്കാറുണ്ട്. എല്ലാം സ്ഥിരം ചോദ്യമാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓർമ്മിക്കണം. ദ ബേസൽ മെറ്റബോൾ റേറ്റ് കൂട്ടും അല്ലേ? എപ്പോഴും ഫാറ്റിൽ യൂസ് ചെയ്ത് ദ ബേസൽ മെറ്റബോൾ റേറ്റ് എപ്പോഴും ഹൈപ്പർ തൈറോയിഡിസം കൂട്ടാറുണ്ട്. എപ്പോഴും ഫാറ്റിന് എന്ത് ചെയ്യും? അധികമായിട്ട് ഇവർ യൂട്ടിലൈസ് ശ്രമിക്കില്ല. എപ്പോഴും ഫാറ്റിന് ഇവർ അധികമായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബേസൽ മെറ്റബോൾ റേറ്റ് എപ്പോഴും കൂടാറുണ്ട്. ഇവിടെ ചോദിക്കട്ടെ, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ? അനുണ്ടായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം വരുന്ന ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ? ഇത് വെയിറ്റ് ലോസ് ആണോ? വെയിറ്റ് ലോസ് അല്ലേ? ഞാൻ പറഞ്ഞു ഫാറ്റിന് യൂസ് ചെയ്യുന്നില്ലേ? BMR കൂടുമ്പോൾ ഫാറ്റിനെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് വെയിറ്റ് കുറവല്ലേ വരുന്നത്? ഹൈപ്പർ തൈറോയിഡിസം വരുന്ന ആൾക്കാർ എപ്പോഴും വെയിറ്റ് ലോസ് വരും അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം വരുന്ന ആൾക്കാർ എപ്പോഴും വെയിറ്റ് ലോസ് വരും. BMR കൂടുന്നതനുസരിച്ച് ഫാറ്റിനെ പിടിച്ച് എന്ത് ചെയ്യും? ഇവർ മെറ്റബോളിസ് ചെയ്യും. BMR കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫാറ്റിനെ പിടിച്ച് എന്താണ് യൂട്ടിലൈസ് ചെയ്ത് വെയിറ്റ് പതിയെ കുറയും. ശരിയല്ലേ? അധികമായിട്ട് ഇത് ബോഡി എനർജി വേണമെങ്കിൽ ഫാറ്റിനെ പിടിച്ച് എന്ത് ചെയ്യും? യൂസ് ചെയ്യല്ലേ? മാത്രമല്ല അവർക്ക് ഇത് ഹീറ്റ് ഇൻഡോറൻസ് വരും. അധികം ചൂട് സഹിക്കാൻ പറ്റാതെ വരും. ബോഡിയിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് ഇൻഡോറൻസ് വരും. അധികം ചൂടൊന്നും അധികം സഹിക്കാൻ പറ്റാതെ, കാരണം ബോഡിക്കകത്ത് തന്നെ അധികം ചൂടുണ്ടാകുന്നില്ലേ? അധികം ചൂട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇവർ ഫാറ്റിനെ യൂസ് ചെയ്യുന്ന പറയില്ലേ? ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പറയുന്നതിന് ബോഡിയിൽ അധികം ഹീറ്റ് ഉണ്ടാവില്ലേ? ഫാറ്റിനെ പിടിച്ച് യൂട്ടിലൈസ് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഇവർ ഹീറ്റ് ഉണ്ടാവില്ലേ? ബോഡി ഉണ്ടാവില്ലേ? ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തന്നെ അധികം ഹീറ്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ഹീറ്റ് ഇൻഡോറൻസ് ആയിരിക്കും എപ്പോഴും പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ T3 T4 ഫംഗ്ഷൻ പറഞ്ഞു. ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് കൂട്ടും പറഞ്ഞു. ഫംഗ്ഷൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. ഫംഗ്ഷൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് കൂട്ടും. ഹാർട്ട് റേറ്റ് കൂടും അല്ലേ? ഹാർട്ട് റേറ്റ് കൂട്ടും, BP കൂട്ടില്ലേ? ഹാർട്ട് റേറ്റും ഹൈപ്പർ തൈറോയിഡിസം വരുന്ന ആൾക്കാരിൽ പ്രധാനമായിട്ടും ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, BP കൂടുതലായിരിക്കും. പതിയെ BP കൂടി പാൽപിറ്റേഷൻ നോക്കിയോടെ പതിയെ എന്താണ് ബോഡിയിൽ ഹീറ്റ് കൂടി പാൽപിറ്റേഷൻ വരെ ലീഡ് ചെയ്യാം. എന്തായിരിക്കും? ഇവിടെ ഫുഡ് കഴിക്കൂടെ? ഓവർ ഈറ്റിംഗ് ആണോ അതൊന്നും കഴിക്കാത്ത ആൾക്കാരാണോ? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഓവർ ഈറ്റിംഗ് ആണോ അതൊന്നും കഴിക്കാത്ത വിശപ്പുട്ടായിരിക്കും? ഹൈപ്പർഫേജി എന്താ? ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതല്ലേ? അല്ലേ? ഹൈപ്പർഫേജി വന്നുകൂടെ? ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതല്ലേ? എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതല്ലേ? തോന്നില്ലേ? ഹൈപ്പർഫേജി ഉണ്ടല്ലേ? കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടോ? അതിനകത്ത് ഹൈപ്പർ തൈറോയിഡിസം കാര്യങ്ങളുണ്ടോ? ഓവർ ഈറ്റിംഗ് ഹൈപ്പർഫേജി വരും. അതുപോലെ തന്നെ എക്സസീവ് സ്വെറ്റിങ്ങും വരും. സ്വെറ്റിങ് പറഞ്ഞ പേരെന്താ? എക്സസീവ് ആയിട്ട് സ്വെറ്റിങ് പറഞ്ഞ പേരെന്താ? എന്താ?
ഇത് ഡയഫോഴ്സ് ആണോ? ബോഡിയിൽ ചൂട് കൂടുമ്പോൾ തന്നെ എക്സസ് സ്വെറ്റിംഗ് വരും. നേരത്തെ പറഞ്ഞു ബോഡി ചൂട് കൂടുമെന്ന് പറഞ്ഞു. ചൂട് കൂടുമ്പോൾ തന്നെ ബോഡി എക്സസ് സ്വെറ്റിംഗ് വരും. ഹൈപ്പർ തൈറോയിഡ്സിൽ ബോഡിയിൽ അധികമായിട്ട് ചൂട് കൂടുമ്പോൾ തന്നെ എക്സസ് സ്വെറ്റിംഗ് വരും. പറഞ്ഞ പേരെന്താ? ഡയഫോറസിസ് അല്ലെ? ഡയഫോറസിസ് വരും. എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗും ഹൈപ്പർ തൈറോയിഡ്സും പേഷ്യൻസിൽ എപ്പോഴും വരാറുണ്ട്. ഇതെല്ലാം എക്സാം ചോദ്യങ്ങളാണ്. എല്ലാം ഇതെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം എക്സാം പഠിക്കും. ഇതിലെ ബേസിക്കലി എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എടുത്തത്? ബേസിക് ഇതെല്ലാം വരാൻ കാരണം BMR കൂടുന്ന കാര്യമില്ലേ? ബേസിക് ഇതെല്ലാം വരാൻ കാരണം BMR എപ്പോഴും കൂടുന്ന കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നുണ്ട് എപ്പോഴും വരുന്നത്. വെയിറ്റ് ലോസ് വരും, അത് വെയിറ്റ് ഗെയിൻ വരും. വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ ഹൈപ്പർ തൈറോയിഡ്സ്? ഫസ്റ്റ് ചോദ്യം, വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ ഹൈപ്പർ തൈറോയിഡ്സ് വരുന്നത്? പറഞ്ഞേ, വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ ഹൈപ്പറിൽ വരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ലോസ് അല്ലെ? വെയിറ്റ് ലോസ് വരും, അതുപോലെ തന്നെ എന്ത് വരും? ഹീറ്റ് ഇൻടോളറൻസ് വരും, അതുപോലെ തന്നെ എന്താണ്? ഹൈപ്പർഫേജി വരും. മറക്കരുത്, ഹാർട്ട് റേറ്റ് കൂടും, ഈ പറഞ്ഞ BP കൂടും, പതിയെ പാൽപിറ്റേഷനിലോട്ട് പോകും, ആൻഡ് ഡയഫോറസിസ് ഉണ്ടാവും. മാത്രമല്ല സ്കിന്നും ഹെയറും സ്കിന്നും ഹെയറും സ്മൂത്ത് ആവും. സ്കിന്നും ഹെയറും സ്മൂത്ത് ആവും. സ്കിന്നും ഹെയറും സ്മൂത്ത് ആകുമോ? സ്കിന്നും ഹെയറും സ്മൂത്ത് ആവും അല്ലേ? വരാം, സ്കിന്നും ഹെയറും സ്മൂത്ത് ആവും. അന്റെ ഡയറി വരാം എന്നൂടെ, ഡയറി വരാം. സ്കിന്നും ഹെയറും സ്മൂത്ത് ആവുകയും ആ ഡയറി എന്തുകൊണ്ട് വരുന്നത്? ഇത് പെരിസ്റ്റാലിക് മൂവ്മെന്റ് കൊടുമ്പോഴാണോ ഡയറി വരാൻ കാരണം? പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ് കൊടുക്കുന്നതാണോ? ഡയറി വരാൻ കാരണം പെരിസ്റ്റാലിക് മൂവ്മെന്റ്, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂടുമ്പോൾ ഡയറി വരാം. ട്രെമർ, വിറയിൽ വരുന്നുണ്ട്, വിറയിൽ ട്രെമർ വരാം, അജിറ്റേഷൻ വരാം. ഒന്നുകൂടെ, ഇത് നെർവസ് ബന്ധപ്പെട്ട് ട്രെമറും അജിറ്റേഷൻ വന്നൂടെ വരാം. മൂഡ് സ്വിങ്സ് വരാം. കിട്ടിയല്ലോ? എത്ര കിട്ടിയോ? ഇനി എവിടെയെങ്കിലും എക്സോ തലമസ് ഉണ്ടോ? എക്സോ തലമസ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? അത് വരുന്ന എവിടെയാ? അത് ഹൈപ്പറിനകത്താണോ ഹൈപ്പോക്കകത്താണോ? ഹൈപ്പർ തൈറോയിഡ്സിനകത്താണോ ഹൈപ്പറിനകത്താണോ എക്സോ താൽമോസ് വരുന്നത്? ഹൈപ്പർ. അതും ചോദ്യ ഹൈപ്പറിനകത്ത് എപ്പോഴും എക്സോ താൽമോസ് വരും. എന്താണ് എക്സോ താൽമോസ്? എന്താ? ഐവാളിന്റെ പ്രൊട്രൂഷൻ അല്ലേ? ഐവാളിന്റെ പ്രൊട്രൂഷൻ അല്ലേ? ആ കണ്ണിന്റെ പുറകു ഭാഗത്തെ, ഐവാളിന്റെ പിറകു ഭാഗത്തായിട്ട് നല്ല എടിമ വരുന്നുണ്ട്. ഐവാളിന്റെ പുറകു ഭാഗത്ത് എടിമ വരുന്നുണ്ട്. എപ്പോഴും എന്താണ്? എക്സോ താൽമോസ് വരാം. ഒന്നുകൂടെ, ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസ് വരുമ്പോഴേ, ഗ്രേവ് ഡിസീസ് എപ്പോൾ വരുന്ന സമയത്തല്ലേ? ഗ്രേവ് ഡിസീസ് വരുന്ന സമയത്ത് എക്സോ താൽമോസ് കൂടുന്നൂടെ? ഗ്രേവ് ഡിസീസ് വരുന്ന സമയത്ത് എപ്പോൾ എക്സോ താൽമോസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഐവാളിന്റെ പുറകു ഭാഗം നല്ല എടിമ രൂപം കൊള്ളാൻ തുടങ്ങും. ഗ്രേവ് ഡിസീസ് വരുമ്പോൾ എപ്പോഴും എക്സോ താൽമോസ് എപ്പോഴും കാണാം. സോ ഹൈപ്പർ തൈറോയിഡ്സിന്റെ കോസ് കിട്ടിയോ? ഹൈപ്പർ കോസിനും കിട്ടിയോ? ചോദിക്കട്ടെ, ഹൈപ്പർ തൈറോയിഡ്സിന്റെ TSH ആണോ, T3 ആണോ, T4 ആണോ, അതോ T3 T4 കൂടും? എന്ത് കൂടും? T3 T4 കൂടുതലാണെങ്കിൽ TSH കുറവല്ലേ? T3 T4 കൂടുമ്പോൾ TSH ഹൈപ്പറിൽ കുറവായിരിക്കും. T3 T4 കൂടുമ്പോൾ TSH ലോ ആയിരിക്കും. ക്ലിയർ? ഇനി എന്തായാലും ഇതിന്റെ ഇത് മാനേജ്മെന്റ് ഹൈപ്പറിന്റെ മാനേജ്മെന്റ് എന്താ? മാനേജ്മെന്റ് ഓഫ് ഹൈപ്പർ തൈറോയിഡ്സം. അവിടെ ചോദിക്കരുത് ഇത് ഡയറ്റാ, എന്ത് ഡയറ്റാണ് ഹൈപ്പർ തൈറോയിഡ് കൊടുക്കുന്നത്? അതായത് ചോദ്യം, എന്ത് ഡയറ്റാണ് ഹൈപ്പർ തൈറോയിഡ്സ് കൊടുക്കുന്നത്? ഇത് ഹൈ കാലോറി ഡയറ്റ് ആണോ? ഹൈ കാലോറി ഡയറ്റ് ആണോ? ഹൈ കാലോറി ഡയറ്റ് വിത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ചേർത്താണോ? ഹൈ കാലോറി ഡയറ്റും വൈറ്റമിൻസും മിനറൽസും ഹൈ ആയിട്ട്, പിന്നെ ഹൈ ഫൈബർ ഡയറ്റ്. ഹൈ ഫൈബർ ഡയറ്റ് മാനേജ്മെന്റ് ആണ്. ആൻഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ് കൊടുക്കാറുണ്ടോ? ആന്റി തൈറോയ്ഡ് ഡ്രഗ്സിന്റെ പേര് എക്സാം ചോദ്യമാണ്. എന്താ? PTU കേട്ടോ? PTU
ഇത് പ്രൊപ്പൈൽ തൈറോയുറാസിൽ BTU, the propyl thyrouracil and the methimazole. കൊടുക്കാറുണ്ടോ? മെത്തിമസോൾ കൊടുക്കാറുണ്ടോ? ഇവിടെ ഒരു ചോദ്യം എക്സാം ഉണ്ടായിരുന്നു. ഇത് റേഡിയോ ആക്റ്റീവ് അയഡിൻ 131 എന്ന ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് അയഡിനായി ഓർമ്മിച്ച് വെക്കുക. റേഡിയോ ആക്റ്റീവ് അയഡിനായി 131 എന്തിനു കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാ? റേഡിയോ ആക്റ്റീവ് അയഡിനായി 131 131 അല്ലേ, 131 അയഡിൻ 131 എന്തിനാണ് കൊടുക്കുന്നത്? ഇത് ഗ്രേവ് ഡിസീസ് ആണോ? സ്ക്രീൻ കണ്ടുപിടി. കാണാമല്ലോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ എല്ലാവർക്കും കാണാമല്ലോ. കാണാത്ത ആൾക്കാർ മഴയുള്ളിടത്തായിരിക്കും. എന്തിനാണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ 130 കൊടുക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എന്താണ് ഓൺകോളജി നോട്ട് അയച്ച് കണ്ടായിരുന്നു. ഓൺകോളജിൽ എഴുതിയ നോട്ട് കണ്ടായിരുന്നു എല്ലാവരും. അതിനകത്ത് ഇതുണ്ടോ? അതിനകത്ത് ആരെങ്കിലും വായിച്ചപ്പോൾ റേഡിയോ ആക്റ്റീവ് 131 എന്ന വാക്ക് കണ്ടോ? ആരെങ്കിലും? ഓൺകോളജി നോട്ട് വായിച്ചപ്പോൾ 131 എന്ന കാര്യം കണ്ടോടെങ്കിലും പറഞ്ഞേ. പറഞ്ഞു. വായിച്ചോ? പറഞ്ഞു. സമയത്തില്ല, പറഞ്ഞു. എന്തിനാണ് 130 കൊടുക്കുന്നത്? എന്തിനാണ് 131 കൊടുക്കുന്നത്? പറഞ്ഞു. എന്തിനാ? ആ നോട്ട് പഠിക്കേണ്ടതുപോലെ. ആ നോട്ട് പഠിച്ചായിരിക്കും. പഠിച്ചു പറയും നോട്ട്. ഞാൻ എക്സ്പെഷ്യലി എല്ലാ കാര്യവും മാർക്ക് ചെയ്ത് എല്ലാ കാര്യവും വരുന്ന ക്യാൻസർ ടൈപ്പും എല്ലാം കൊടുത്ത് കണ്ടായിരുന്നോ? പഠിച്ചു ആരെങ്കിലും? ഇത് CA 125 കൊടുക്കുന്നതിന് വേണ്ടിയാ? ട്യൂമർ മാർക്കറാണോ? CA 125 ഓർമ്മയുണ്ടോ? പഠിച്ചോ? അതിൽ അയഡിൻ 130 കണ്ടായിരുന്നു. അയഡിൻ 131 ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ആയിട്ട് തൈറോയിഡിന്റെ യൂസ് ചെയ്യാറുണ്ട്, ഇത് ബ്രെയിൻ ട്യൂമർ യൂസ് ചെയ്യാറുണ്ട്, ലിവറിന്റെ ക്യാൻസർ യൂസ് ചെയ്യാറുണ്ട്, ഇത് കാർഡിയാക്കിലേക്ക് നോക്കാറുണ്ട്, യൂസ് ചെയ്യാറില്ലേ? അതിനകത്ത് കൊബാൾട്ട് സിസ്റ്റിൻ ഉണ്ടായിരുന്നു. നോട്ടിനകത്ത് കൊബാൾട്ട് സിസ്റ്റിൻ ഉണ്ടായിരുന്നു. ഇത് കൊബാൾട്ട് സിസ്റ്റിൻ കണ്ടോ? അതൊക്കെ വായിച്ചോ? അവിടെ പറഞ്ഞിട്ട് കണ്ടു പഠിക്കേണ്ടതൊക്കെ. ആ എഴുതി നോട്ടില്ലേ? ആ എഴുതി നോട്ട് അതുപോലെ ഒരു മാർക്ക് ഉറപ്പാണ്. അവിടെ നിന്ന് 1 മാർക്ക് ഉറപ്പായി ചോദ്യം കേട്ടോ. ചോദ്യം ഭാഗമാണ്. അതുപോലെ ഇവിടെ ഈ പറഞ്ഞ ഹൈപ്പറിനകത്ത് എന്ത് ഈ പറഞ്ഞ ഫുഡ്, എന്ത് ഡയറ്റ് കൊടുക്കാം, എന്ത് ഡയറ്റ് കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഏത് ഡയറ്റാ? ഹൈ കെയർ ഡയറ്റ് അല്ലേ? ഹൈ കെയർ ഡയറ്റ് വിത്ത് വൈറ്റമിൻസും മിനറൽസും മാത്രമല്ല ഹൈ ഫൈബർ ഡയറ്റും കൊടുക്കാം. ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ് ആയത് BTUയും കൊടുക്കാം. വേറെ എന്തെങ്കിലും കൊടുക്കാൻ ചോദിച്ചാൽ മെത്തിമസോളും കൊടുക്കാം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിൻ 131 കൊടുക്കാം. എന്തിനു വേണ്ടി കൊടുക്കുന്നത്? റേഡിയോ ആക്റ്റീവ് അയഡിൻ 131 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡെസ്ട്രോയ്. എന്തിനു വേണ്ടിയാ? ടോക്സിക് ആയിട്ടുള്ള തൈറോയ്ഡ് സെൽസ് ആണോ? ടോക്സിക് സെൽസ് ആണോ? ആ കാർസിനോ പോലുള്ള സെൽ വരുമ്പോഴേ, ആ കാർസിനോ പോലുള്ള ടോക്സിക് സെൽ വരുമ്പോൾ അതിന് ഡെസ്ട്രോയ് വേണ്ടിയല്ലേ? തൈറോയ്ഡ് കാർസിനോ വരുമ്പോൾ അതിന് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ 131 കൊടുക്കുന്നത്. അത് ഗ്രേവ് ഡിസീസ് യൂസ് ചെയ്യാറുണ്ടോ? ഗ്രേവ് ഡിസീസ് വരുമ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. അയഡിൻ 131 യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? പിന്നെ പാൽപിറ്റേഷനും എന്താണ്? ഇത് ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുത്തൂടെ? പാൽപിറ്റേഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷനും ബീറ്റാ ബ്ലോക്കേഴ്സ് യൂസ് യൂസ് ചെയ്യാം. ക്ലിയർ?
ഇത് സർജിക്കൽ മാനേജ് നോക്കാം. ഇന്ന് മെഡിക്കൽ മാനേജ് കഴിയുമ്പോൾ അടുത്ത് അറിയേണ്ടത് സർജിക്കൽ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദ്യം വരും. തൈറോയിഡക്ടമി അല്ലേ? തൈറോയിഡക്ടമി ആണോ? എന്താ തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണോ? തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്താണോ? തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് ക്യാൻസർ ചെയ്തുകൂടെ? സാധാരണ ഒരു ഹൈപ്പർ തൈറോയിഡിസം വരുന്നു ചെയ്യാറില്ലല്ലേ? സാധാരണ നോർമൽ ഹൈപ്പോ തൈറോയിഡിസം ചെയ്യാറില്ലല്ലോ. സാധാരണ നോർമൽ ഹൈപ്പർ തൈറോയിഡിസമാണ് ചെയ്യാറില്ലേ? എപ്പോഴും മെഡിക്കൽ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നല്ലേ? പക്ഷെ ഇത് തൈറോയിഡ് കാർസിനോമ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഒരു ഭാഗം റിമൂവ് ചെയ്യാറുണ്ട്. തൈറോയിഡക്ടമി ചെയ്യാറ് ശരിയല്ലേ? അല്ലെ? തൈറോയിഡ് കാർസിനോമ ചെയ്യാറുണ്ട്. അത് ഗോയിറ്റർ കൂടിയാലും ചെയ്യാറുണ്ട്. ചെയ്യാറില്ലേ? തൈറോയിഡ് ചെയ്യാറില്ലേ? സോ ഹൈപ്പർ തൈറോയിഡ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴും തൈറോയിഡക്ടമി ചെയ്യും. ഹൈപ്പർ തൈറോയിഡ്സിനെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ വേറൊരു സാഹചര്യം, ഒരു സാധ്യത ഒന്നും തന്നെ ഇല്ലെങ്കിലാണ് എപ്പോഴും തൈറോയിഡക്ടമി അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലാൻഡിന്റെ എക്സിഷൻ ചെയ്ത കേട്ടോ, മറക്കരുത്. തൈറോയിഡക്ടമി ചെയ്യപ്പോഴും ഈ പറഞ്ഞ അൺകൺട്രോൾ ആകുമ്പോഴെപ്പോഴും ചെയ്യുന്നത്. ചോദ്യം വരും ദ ടൈപ്സ് ഓഫ് തൈറോയിഡക്ടമി ഏതൊക്കെയാ? ചോദ്യം വരും ദ ടൈപ്സ് ഓഫ് തൈറോയിഡക്ടമി ഏതൊക്കെയാ? ഏതൊക്കെയാ? ഇത്രയുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നോക്കാം, ഒരു ചോദ്യം വരും. ഫസ്റ്റ് വൺ ഇസ് ഇൻ ദ ഹെമി തൈറോയിഡക്ടമി. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഹെമി തൈറോയിഡക്ടമി. ഹെമി തൈറോയിഡക്ടമി ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഹെമി തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പടം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഹെമി തൈറോയിഡക്ടമി എന്ന് പറയുന്നതായിരിക്കും എന്തൊക്കെയായിരിക്കും? എന്റെ ഇസ്തുമസ് റിമൂവ് ചെയ്യണം. എന്റെ ഇസ്തുമസിനെ ഒരു ലോബ് റിമൂവ് ചെയ്യണം. ഹെമി തൈറോയിഡക്ടമി എന്ന് പറയുമ്പോൾ അവിടെയുള്ള എന്റെ ഇസ്തുമസിനെയും ഒരു ലോബ് റിമൂവ് ചെയ്യുന്നതാണോ? ആണോ? നമ്മൾ തൈറോയിഡിന്റെ അനാട്ടമി പറഞ്ഞു ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. ആ രണ്ടും കട്ടി തരാ. രണ്ട് സൈഡുള്ള ബട്ടർഫ്ലൈ ഷേപ്പുള്ള സെൻട്രൽ ഭാഗത്ത് ആര് കണക്ട് ചെയ്യും? ഇസ്തുമസ് ആണോ? രണ്ട് സൈഡ് ഭാഗത്ത് ബട്ടർഫ്ലൈ ഷേപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞ് നടുക്ക് ഇസ്തുമസ് ഉണ്ട് പറഞ്ഞ് ഓർമ്മയുണ്ടോ? രണ്ട് സൈഡ് ഭാഗത്തും ബട്ടർഫ്ലൈ ഷേപ്പിൽ നിൽക്കുമ്പോൾ നടുക്ക് ഇസ്തുമസ് കണക്ട് ചെയ്ത് പറഞ്ഞു. അതിൽ ഒരു ലോകം മൊത്തത്തിലും ഇസ്തുമസിനെ മാത്രം റിമൂവ് ചെയ്താൽ എന്ത് വിളിക്കാം? രണ്ട് ഭാഗത്ത് ബട്ടർഫ്ലൈ ഷേപ്പിൽ രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, നടുക്ക് ഇസ്തുമസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ലോബിനെയും ഇസ്തുമസിനെയും മാത്രം റിമൂവ് ചെയ്താൽ എന്ത് വിളിക്കാം? ഹെമി തൈറോയിഡക്ടമി അല്ലേ? ഒരു ലോബ് മൊത്തത്തിലും ഇസ്തുമസും കൂടെ റിമൂവ് ചെയ്ത് വിളിക്കാം. പറഞ്ഞേടേ, രാത്രിയിട്ട് വിളിപ്പിച്ച് കൊള്ളും. എല്ലാവരും പറഞ്ഞേ. ഒരു ലോബ് മൊത്തത്തിലും ഇസ്തുമസും റിമൂവ് ചെയ്താൽ എന്ത് വിളിക്കാം? തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തം രണ്ട് ബട്ടർഫ്ലൈ ഷേപ്പ് ഉണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ട്. നടുക്ക് ഇസ്തുമസ് ഉണ്ട്. നടുക്ക് ഇസ്തുമസിനെയും പിടിച്ച് റിമൂവ് ചെയ്യുന്നു, ഒരു ലോകം പിടിച്ച് റിമൂവ് ചെയ്യുന്നു അല്ലേ? നടുക്കുള്ള ഇസ്തുമസ് റിമൂവ് ചെയ്യുന്നു, ഒരു ലോകം പിടിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? ഹെമി തൈറോയിഡക്ടമി. ക്ലിയർ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ടൈപ്പ് ആണ് ദ സബ് ടോട്ടൽ തൈറോയിഡക്ടമി. നെക്സ്റ്റ് ആണ് ദ സബ് ടോട്ടൽ തൈറോയിഡക്ടമി. ഇനി അങ്ങോട്ട് എല്ലാ തിയറി ക്ലാസ്സിലൂടെ ഒരു റിവിഷൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് തിയറി ക്ലാസ് ഒരെണ്ണം, ഒരു റിവിഷൻ. ഓക്കെ, ഈ ബാച്ച് ഏത് സിസ്റ്റം കിട്ടുന്നുണ്ട്? പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഏതാ? കിട്ടാത്ത സിസ്റ്റം കൊണ്ടോ? കാർഡിയോ വാസ്കുലർ അല്ലേ? കിട്ടാത്ത സിസ്റ്റം കാർഡിയോ വാസ്കുലർ അല്ലേ? ഇതുവരെ പഠിപ്പിക്കാത്ത സിസ്റ്റം കാർഡിയോ വാസ്കുലർ അല്ലേ? യെസ്, അത് അവസാനം പഠിപ്പിക്കും. സൈക്യാട്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, കാർഡിയോ വാസ്കുലർ. ശരിയല്ലേ? സൈക്യാട്രി, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, കാർഡിയോ വാസ്കുലർ. അത് നെർവസ് റെക്കോർഡ് കിട്ടിയല്ലോ. നെർവസ് 5 പഠിച്ചോ? 5 പഠിച്ചില്ല. 6ാമത്തെ നാൾ രാവിലെ ഇട്ട് കേട്ടോ. 6ാമത്തെ രാവിലെ നാട്ടിൽ കേട്ടോ. ഇപ്പൊ പഠിപ്പിക്കും. ഇപ്പോഴൊക്കെ ചെറിയ ക്ലാസ് പഠിപ്പിക്കും. ഓക്കെ. സോ ഇത് ഹെമി കിട്ടിയോ?
ഹെമി കിട്ടിയല്ലോ. നെക്സ്റ്റ് ഈസ് ദ സബ് ടോട്ടൽ തൈറോയിഡക്ടമി. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് സബ് ടോട്ടൽ തൈറോയിഡക്ടമി. സബ് ടോട്ടൽ എന്താ ഓർമ്മിച്ച് വെക്കണം. ഈ ടൈപ്സിൽ എക്സാം ചോദിക്കും. ഇത് ടൈപ്സ് കുറച്ച് നാളായിട്ട് എക്സാം ചോദിക്കുന്നതാണ്. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയും. ആ 2 ലോബ് റിമൂവ് ചെയ്യും. 2 ലോബ് റിമൂവ് ചെയ്യും. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയുമ്പോൾ ആ പിക്ചർ നോക്കി. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയുന്നതായിരിക്കും ആ 2 ലോബ് റിമൂവ് ചെയ്യും. 2 ലോബ് പിടിച്ച് റിമൂവ് ചെയ്യോ. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയുമ്പോൾ ആ 2 ലോബ് റിമൂവ് ചെയ്യില്ലേ. സബ് ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയുമ്പോൾ 2 ലോബിനെയും റിമൂവ് ചെയ്യില്ലേ. ഇല്ലേ? പക്ഷെ 2 ലോബ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിലാണോ? മൊത്തത്തിലാണോ? അല്ല. ഒരു 4-5 ഗ്രാം, ഒരു 4-5 ഗ്രാമോളം തൈറോയ്ഡ് ടിഷ്യൂ അവിടെ വെച്ചിട്ട് 4 മുതൽ 5 ഗ്രാം വരെയുള്ള തൈറോയ്ഡ് ടിഷ്യൂ റിമൂവ് ചെയ്ത് ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം റിമൂവ് ചെയ്യും കേട്ടോ. 2 തൈറോയ്ഡ് ലോബിന് റിമൂവ് ചെയ്യുന്ന പറയുമ്പോൾ 4 മുതൽ 5 ഗ്രാം വരെ തൈറോയ്ഡ് ടിഷ്യൂ വെച്ചിട്ട് ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? വളരെ കുറച്ച് മാത്രം അവിടെ വച്ച ശേഷം ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് വിളിക്കാം. സബ് ടോട്ടൽ തൈറോയിഡക്ടമി. എപ്പോ ചെയ്യുന്നറിയാമോ? ഏത് കണ്ടീഷൻ ചെയ്യുന്നറിയാമോ? ഏത് കണ്ടീഷനാ? നേരത്തെ പറഞ്ഞ ഇത് മൾട്ടി നോഡൽ ഗോയിറ്ററില്ലേ? നേരത്തെ പറഞ്ഞ മൾട്ടി നോഡൽ ഗോയിറ്ററില്ലേ? അതല്ലേ നേരത്തെ പറഞ്ഞ മൾട്ടി നോഡൽ ഗോയിറ്ററില്ലേ? അവിടെ ചെയ്യട്ടോ. നേരത്തെ പറഞ്ഞ മൾട്ടി നോഡൽ ഗോയിറ്ററിനകത്ത് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂടെ? പക്ഷെ ഈ പറഞ്ഞ് ക്യാൻസർ ചെയ്യാൻ പറ്റുമോ? ക്യാൻസറിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ക്യാൻസറിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അവിടെ ടിഷ്യൂ ലീവ് ചെയ്യാൻ പറ്റുമോ? അവിടെ കുറച്ച് ടിഷ്യൂ ലീവ് ചെയ്യാൻ പറ്റുമോ? മൾട്ടി നോഡിൽ പറ്റും. പക്ഷെ ക്യാൻസറിനകത്താണെങ്കിൽ അവിടെ കുറച്ച് ടിഷ്യൂ ലീവ് ചെയ്യാൻ പറ്റുമോ? അവിടെ ബാക്കി വെക്കാൻ പറ്റുമോ? ക്യാൻസറിനകത്ത് ഒരിക്കലും അവിടെ കുറച്ച് ടിഷ്യൂ ബാക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇപ്പൊ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. പക്ഷെ മൾട്ടി നോഡ് പോയിട്ടാണ് കുറച്ച് അവിടെ ബാക്കി വെക്കാം. നെക്സ്റ്റ് ഇസ് പാർഷ്യൽ തൈറോയിഡ്. എന്താ നെക്സ്റ്റ് ഈസ് എന്താണ്? ക്യാൻസർ പിന്നെ ഗ്രോ അല്ലേ? ക്യാൻസറിൽ അവിടെ കുറച്ച് ബാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടിഷ്യൂ എന്തെങ്കിലും അവിടെ ബാക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളത് തന്നെ ക്യാൻസറിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം. മറക്കരുത്. സോ വാട്ട് ഈസ് പാർഷ്യൽ? എന്തായിരിക്കും പാർഷ്യൽ തൈറോയിഡ്? എന്താ പാർഷ്യൽ തൈറോയിഡ്? എന്താ പാർഷ്യൽ തൈറോയിഡക്ടമി? എന്താ പാർഷ്യൽ? എന്താണ് പാർഷ്യൽ തൈറോയിഡക്ടമി? പാർഷ്യൽ തൈറോയിഡക്ടമി എന്താ? ട്രക്കിയുടെ മുൻഭാഗത്തുള്ള മുറിവ്. ട്രക്കിയുടെ മുന്നിലേക്ക് പറഞ്ഞു അല്ലേ? പാർഷ്യൽ തൈറോയിഡക്ടമിക്കകത്ത് എപ്പോഴും ട്രക്കിയുടെ മുൻഭാഗത്ത് മാത്രമുള്ള പാർട്ടിനെ ആ ടിഷ്യൂനെ മാത്രം റിമൂവ് ചെയ്യും. പാർഷ്യൽ തൈറോയിഡക്ടമി എന്ന് പറയുമ്പോൾ ട്രക്കിയുടെ മുൻഭാഗത്തുള്ള ടിഷ്യൂസിനെ മാത്രം എന്ത് ചെയ്യും? റിമൂവ് ചെയ്യാറല്ലേ? ശരിയല്ലേ? പാർഷ്യൽ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം എന്താ? ട്രക്കിയുടെ മുൻഭാഗത്തുള്ള എന്താണ് ആ തൈറോയിഡ് ടിഷ്യൂസിനെ മാത്രം പാർഷ്യൽ തൈറോയിഡക്ടമി റിമൂവ് ചെയ്യും. മറക്കരുത്. പാർഷ്യൽ തൈറോയിഡക്ടമിക്കകത്ത് ട്രക്കിയുടെ മുൻഭാഗത്ത് വരുന്ന ഭാഗം മാത്രം എപ്പോഴും റിമൂവ് ചെയ്ത് വിടും. ക്ലിയർ? കാരണം എന്താ? റീസൺ എന്താ? ട്രക്കിയുടെ മുൻഭാഗത്തുള്ള ടിഷ്യൂ റിമൂവ് കാരണം എന്താ? ട്രക്കിയുടെ മുൻഭാഗത്തുള്ള ടിഷ്യൂ റിമൂവ് കാരണം റീസൺ എന്താ? ഉണ്ടോ? ആ തൈറോയിഡ് ഗ്ലാൻഡ് ട്രക്കിയുടെ മുൻഭാഗത്ത് ഒന്ന് അത് വലുതായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ട്രക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്യാൻ പറ്റതാകില്ലേ? ആ ട്രക്കിയുടെ മുൻഭാഗത്ത് വന്ന തൈറോയിഡ് ഗ്ലാൻഡ് എല്ലാവർക്കും സമയത്ത് ആ ട്രക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാതാകില്ലേ? അവസ്ഥയാകില്ലേ? ട്രക്കി മൂവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ലേ? തൈറോയിഡ് ഗ്ലാൻഡ് പറഞ്ഞാൽ ട്രക്കിയുടെ അവിടെ വന്നിട്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ട്രക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. അപ്പൊ ഇത് മൾട്ടി നോഡൽ ഗോയിറ്റർ പോലുള്ള അവസ്ഥകൾ എപ്പോഴും ഈ സർജറിയാണ് എപ്പോഴും ചൂസ് ചെയ്യുക കേട്ടോ. അല്ലേ? ട്രക്കി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ എപ്പോഴും പാർഷ്യൽ ചെയ്യാറുണ്ട്. കിട്ടിയോ? സോ ആന്റിയർ ട്രക്കിയുടെ മുന്നിലുള്ള തൈറോയിഡ് ടിഷ്യൂ മാത്രം റിമൂവ് ചെയ്താൽ എന്ത് സർജറിയാണ്? ഈ പറഞ്ഞ ആന്റിയർ ഭാഗം മാത്രം, ട്രക്കിയ ആന്റിയർ ഭാഗത്ത് മാത്രം വരുന്ന മുൻഭാഗത്ത് വരുന്ന ട്രക്കിയൽ വരുന്ന ടിഷ്യൂ, തൈറോയിഡ് ടിഷ്യൂ റിമൂവ് ആക്കി എന്ന് വിളിക്കാം. ട്രക്കിയുടെ മുൻഭാഗത്ത് വരുന്ന തൈറോയിഡ് ഗ്ലാൻഡിലുള്ള ടിഷ്യൂസിനെ റിമൂവ് ചെയ്താൽ പാർഷ്യൽ തൈറോയിഡക്ടമി. ഇസ്തുമസും ഒരു ലോബ് മാത്രം റിമൂവ് എന്ന് വിളിക്കാം.
ഇസ്മസും ഒരു ലോബും മാത്രം റിമൂവ് ചെയ്ത് വിളിക്കാം ഹേമിങ്. ഇനി ഇത് രണ്ട് ലോബും ഒരു 4-5 ഗ്രാം ടിഷ്യൂ മാത്രം അവിടെ ബാക്കി വച്ചാൽ എന്ന് വിളിക്കാം. 2 ലോബും റിമൂവ് ചെയ്യുന്നു, 4-5 മാത്രം വിളിക്കാം സബ് ടോട്ടൽ. അത് ട്രക്കിയുടെ മുൻഭാഗത്തുള്ള ടിഷ്യൂനെ മാത്രം റിമൂവ് ചെയ്ത് വിളിക്കാം. ട്രക്കിയുടെ മുൻഭാഗത്താണെങ്കിൽ പാർഷ്യൽ. അല്ലേ? ക്ലിയർ ആയോടെ? നെക്സ്റ്റ് ടൈപ്പ് ആണ് നിയർ ടോട്ടൽ തൈറോയ്ഡക്ടമി. നിയർ ടോട്ടൽ അതായിരിക്കും ഏകദേശം സബ് ടോട്ടൽ പോലെ തന്നെയാണ്. എന്തായിരിക്കും ഇവിടെ 2 ലോ മറ്ററുണ്ടോ? 2 ലോ മറ്ററുണ്ടോ? നിയർ ടോട്ടലിനകത്ത് 2 ലോ മറ്ററുണ്ടോ? 2 ലോ മറ്ററുണ്ടോ? നിയർ ടോട്ടലിന് 2 മറ്ററുണ്ടോ? പറഞ്ഞാടെ സബ് ടോട്ടൽ പോലെ തന്നെയാണ്. ഇവിടെ എന്ത് വ്യത്യാസം എന്താ? ഈ 2 എൻ്റെ ലോബില്ലേ, 2 എൻ്റെ ലോബും അതുപോലെ തന്നെ എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിന് മൊത്തം മാറ്റാറുണ്ടോ? ആ 2 ലോബിനെയും ഒരു ടിഷ്യൂ പോലും ബാക്കി വെക്കാൻ പറ്റുന്നതാണോ? ആണോ? ആലോചിച്ച് പറയുക. ഇന്ന് നിയർ ടോട്ടൽ എന്ന് പറയുമ്പോൾ മറ്റോ ഇല്ലല്ലോ. ഇല്ല. ആലോചിച്ച് പറയടേ. ഇല്ല, ആലോചിച്ച് പറ. എന്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാറുണ്ടോ? തൈറോയ്ഡ് ഗ്ലാൻഡ് ഫുൾ റിമൂവ് ചെയ്യാറുണ്ടോ? തൈറോയ്ഡ് ഗ്ലാൻഡ് ഫുൾ റിമൂവ് ചെയ്യും, പക്ഷെ അവർ ടിഷ്യൂ ബാക്കി വയ്ക്കാറില്ലേ? കുറച്ച് തൈറോയ്ഡ് ടിഷ്യൂ ബാക്കി വയ്ക്കാറില്ലേ? കുറച്ച് ടിഷ്യൂ ബാക്കി വയ്ക്കാറ്. ഇതിനു വേണ്ടി എവിടെ ബാക്കി വയ്ക്കും? ടിഷ്യൂ എവിടെ വയ്ക്കും? നിയർ ലാരിഞ്ചൽ നെർവിന്റെ അടുത്താണോ? 2 സൈഡിലും അല്ലേ? ഇത് ലാരിഞ്ചൽ നെർവിലെ അവിടെയും കുറച്ച് ടിഷ്യൂ ബാക്കി വയ്ക്കാറ്. അത് പാരാതൈറോയ്ഡ് മറ്ററുണ്ടോ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാറുണ്ടോ? ഇല്ല. പാരാതൈറോയ്ഡിന്റെ അവിടെയും ലാരിഞ്ചിന്റെ അവിടെയും മാത്രം, പാരാതൈറോയ്ഡിന്റെ അവിടെയും ലാരിഞ്ചലിന്റെ അവിടെയും മാത്രം കുറച്ച് തൈറോയ്ഡ് ടിഷ്യൂ മാത്രം ബാക്കി വെച്ച ശേഷം മാറ്റും. അതാണ് പേര് നിയർ ടോട്ടൽ എന്ന് പറയുമ്പോഴേ ഈ പറഞ്ഞ പാരാതൈറോയ്ഡ് അവിടെയും എന്താണ് ലാരിഞ്ചലിന്റെ അവിടെയും മാത്രം കുറച്ച് തൈറോയ്ഡ് ടിഷ്യൂ വെച്ചിട്ട് ബാക്കിയെല്ലാം റിമൂവ് ചെയ്തെന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് അടുത്തുള്ള സ്ഥലത്തും ലാരിഞ്ചൽ നെർവിന്റെ അവിടെയും കുറച്ച് ടിഷ്യൂര് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം തൈറോയ്ഡ് റിമൂവ് ആക്കി വിളിക്കാം. എന്ത് വിളിക്കാം? ബാക്കി എല്ലാം എടുത്തോളെ. പാരാതൈറോയ്ഡിന്റെ അടുത്ത് കുറച്ച് വെക്കും, സൈഡില്ലേ? പാരാതൈറോയ്ഡ് സൈഡിൽ കുറച്ച് ടിഷ്യൂ വെക്കും, ലാരിഞ്ചലിലോടെയും മാത്രം കുറച്ച് വെച്ച ശേഷം ബാക്കിയെല്ലാം എൻഡിയർ ആയിട്ട് റിമൂവ് വിളിക്കാം. നിയർ ടോട്ടൽ തൈറോയ്ഡക്ടമി. അല്ലേ? എപ്പോഴും ചെയ്തത്? സാധാരണഗതിയിൽ ചെയ്യാറുണ്ടോ? സാധാരണഗതിയായിട്ട് എന്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യാറുണ്ടോ? എപ്പോൾ ചെയ്തത്? നോർമലി ചെയ്യാറ്. എപ്പോ ചെയ്യും? ക്യാൻസർ ചെയ്യൂടെ? കാർസിനോമയിൽ ചെയ്യുന്നത്. കാർസിനോമ ചെയ്യാറുണ്ട്. ക്ലിയർ? ഇനി എന്താ ടോട്ടൽ? ടോട്ടൽ തൈറോയ്ഡക്ടമി എന്താ? ടോട്ടൽ തൈറോയ്ഡക്ടമി എന്താ? ഒരു ടിഷ്യൂ പോലും ബാക്കി വെക്കാതെ ഫുൾ കളയുന്നതാണോ? ടോട്ടൽ തൈറോയ്ഡക്ടമി എന്ന് പറയുമ്പോൾ അവിടെ ഇത്രയും സമയം പറഞ്ഞിടത്തോളം ടിഷ്യൂ ബാക്കി വെക്കാറില്ലേ? 4 പറഞ്ഞപ്പോൾ ടിഷ്യൂ ബാക്കി വെക്കുക. പക്ഷെ ഫുൾ എന്താണ് 2 ഗ്ലാൻഡും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടിഷ്യൂവിനെയും റിമൂവ് ചെയ്തിട്ട് ഇപ്പതാ എന്ന് വിളിക്കാം. എന്റെ തൈറോയ്ഡ് ടിഷ്യൂവിനടക്കം ഫുൾ ആയിട്ട് 2 ഗ്ലാൻഡിനെ എടുത്ത് കളഞ്ഞ് വിളിക്കാം ടോട്ടൽ തൈറോയ്ഡക്ടമി. തൈറോയ്ഡ് കാർസിനോമ വന്നാൽ ചെയ്യാറുണ്ട്. കിട്ടിയോ? എന്റെ ഫുൾ ടിഷ്യൂടെ ഒന്നുപോലും ബാക്കി വെക്കാതെ ഫുള്ള് കളഞ്ഞാൽ ടോട്ടൽ തൈറോയ്ഡക്ടമി എന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? എവിടെ ക്ലിയർ ആയോ? എക്സാം കേൾക്കുന്ന വാക്കുണ്ട്. ഇത് ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ കേട്ടോണ്ടെങ്കിൽ 6ാമത്തെ ടൈപ്പാണ് ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ. കേട്ടോണ്ടോ? കണ്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ. കേട്ടോണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? കേട്ടോണ്ടെങ്കിൽ
ഉണ്ട് പറഞ്ഞാണ്. അത് ഹാർലി 2 ഓപ്പറേഷൻ കണ്ടുണ്ടെങ്കിൽ ഉണ്ട് ഉണ്ട്. എന്താ സംഭവം? എന്താ ഇതും ആക്ച്വൽ എന്തായിരിക്കും? ഇതും എന്റെ ലോ മാറ്റർ ഉണ്ടോ? ഒറ്റ ലോബോ 2 ലോബാണ്. ഒരു കംപ്ലീറ്റ് ഒരു സിംഗിൾ ലോ ഫുൾ മാറ്റർ ഉണ്ടോ? ഒരു സിംഗിൾ ലോബും ഇസ്തുമസും അടുത്ത ലോബിന്റെ പകുതിയും. ഫസ്റ്റ് ഒരു ലോബും അടുത്തിരിക്കുന്ന ഇസ്തുമസും അടുത്ത ലോബിന്റെ പകുതിയുമല്ലേ? ഒരു എൻഡിയർ ലോബും മാറ്റും. ഫസ്റ്റ് ഒരു എൻഡിയർ ലോബിനെ ഫുൾ മാറ്റും. രണ്ടാമത് ഇസ്തുമസും മാറ്റും, റിമൂവ് ചെയ്ത് മാറ്റും. അടുത്ത ലോബിന്റെ പകുതിയും മാത്രമാണോ ഹാർലി ദ ഡൺഹിൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ? ഒരു എൻഡിയർ ലോബിനെ റിമൂവ് ചെയ്യും. ശരി, ഒരു എൻഡിയർ ലോബ് റിമൂവ് ചെയ്യും, ഇസ്തുമസും റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ലോബിന്റെ പകുതിയും കൂടെ പാർഷ്യലായിട്ട് റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറിനെ പറയുന്ന പേരെന്താ? ഒരു എൻഡിയർ ലോബും അടുത്ത ലോബിന്റെ പകുതിയും ഇസ്തുമസും മാത്രം. ഒരു എൻഡിയർ ലോബും ഇസ്തുമസും അടുത്ത ലോബിന്റെ പകുതിയും റിമൂവ് ചെയ്താൽ എന്ത് പേരാ? ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ എന്ന് പറയും. 6 ടൈപ്പ് ക്ലിയർ ആയോ? 6 ടൈപ്പ് ക്ലിയർ ആയോ? ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. പഠിച്ചില്ലേ? പഠിച്ചില്ലേ ഇതൊക്കെ? ചോദിക്കട്ടെ. ഒരു ലോബിനെ വെച്ചിട്ട് ഒരു ലോബിനെ നിലനിർത്തിയിട്ട് ഒരു ലോബം ഇസ്തുമസം മാത്രം മാറ്റി വിളിക്കാം. ഒരു ലോബം വെച്ചിട്ട് ഒരു ലോബം ഇസ്തുമസം മാത്രം മാറ്റി വിളിക്കാം. ഒരു ലോബം വെച്ചിട്ട് ഒരു ലോബം ഇസ്തുമസം മാത്രം മാറ്റി വിളിക്കാം. പറയല്ലേ? ഹേമിയല്ലേ? ഇനി അത് 2 ഇത് ലോബം എടുക്കുന്നു, കുറച്ച് ടിഷ്യൂവിനെ മാത്രം വെച്ചാലോ? 2 ലോബം റിമൂവ് ചെയ്യുന്നു, കുറച്ച് ടിഷ്യൂസ് മാത്രം അവിടെ ലീവ് ചെയ്ത് വിളിക്കാം. 2 ലോബം റിമൂവ് ചെയ്യുന്നു, ടിഷ്യൂ മാത്രം വിളിക്കാം. സബ്ടോട്ടലാണോ? സബ്ടോട്ടൽ. ഇനി ഇത് ട്രക്കിയുടെ മുൻഭാഗത്ത് മാത്രം കുറച്ച് ടിഷ്യൂ വെച്ചിട്ട് എന്ത് വിളിക്കാം? എന്താ ട്രക്കിയുടെ മുന്നിൽ മാത്രം കുറച്ച് പോർഷൻ വച്ചിട്ട് വിളിക്കാം പാർഷ്യൽ. എന്താ ട്രക്കിയുടെ മുൻഭാഗത്തും ലരിഞ്ചൽ നെർവിന്റെ അടുത്തല്ലേ? ഇത് പാരാതൈറോയിഡിന്റെ അടുത്തും ലരിഞ്ചിന്റെ അടുത്തും ട്രക്കിയുടെ മുൻഭാഗത്ത് മാത്രം കുറച്ച് വെച്ചാൽ എന്ത് വിളിക്കാം? പാരാതൈറോയിഡിന്റെ അടുത്തും അതുപോലെ തന്നെ ലരിഞ്ചലിന്റെ അടുത്തും എന്ത് വിളിക്കാം? ആലിസ് പറഞ്ഞ എന്ത് വിളിക്കാം? സാധ്യത ഇത് നിയർ ടോട്ടലാണോ? ആർക്കറിയാമോ? ഈ പറഞ്ഞ ഇത് തൈറോയ്ഡ് സർജറി ചെയ്യുമ്പോ ഇതിൽ അഡിഞ്ചൽ ഇഞ്ചറി അറിയാമോ? തൈറോയ്ഡ് സർജറിന് ശേഷം പേഷ്യന്റ് അടുത്ത ആദ്യം സംസാരിക്കപ്പെടുന്നുണ്ടോ? തൈറോയ്ഡ് സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ആദ്യം സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തൈറോയിഡിന്റെ ഇതിൽ സർജറി കഴിഞ്ഞ ശേഷം പേഷ്യന്റ് അടുത്ത് ഡോക്ടറിന് ആദ്യമേ പോയി സംസാരിപ്പിക്കാൻ ശ്രമിക്കണ്ടുണ്ടോ? തൈറോയ്ഡ് സർജറി കഴിഞ്ഞ ശേഷം പേഷ്യന്റ് ആദ്യം പോയി തന്നെ സംസാരിക്കാൻ ശ്രമിക്കണ്ടുണ്ടോ? കാരണം എന്താ? നോക്കാൻ വേണ്ടി എന്താ? ഇത് ലരിഞ്ചൽ നെർവ് ഇഞ്ചറി വന്നോ? ഇത് ലരിഞ്ചൽ നെർവിന് ഇഞ്ചറി സംസാര ശേഷി പോയോ എന്ന് അറിയാൻ വേണ്ടി. ശരിയല്ലേ? തൈറോയ്ഡ് സർജറി കഴിഞ്ഞ സമയത്ത് അറിയാതെ എങ്ങാനും ആ ലരിഞ്ചൽ നെർവ് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറ്റുമോ? അറിയാമോ? ഉണ്ടില്ല അല്ലേ? അറിയാലോ. സർജറി ചെയ്യുമ്പോൾ അറിയാതെ എങ്ങാനും ഇതിൽ ലരിഞ്ചൽ നെർവിൽ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ടാണ് എപ്പോഴും സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ഇത് എപ്പോഴും പേഷ്യന്റ് സംസാരിക്കാൻ ശ്രമിപ്പിക്കാൻ കാരണം ഇതാട്ടോ. അറിയാമല്ലോ. ആലോചിച്ച് പോകട്ടെ സർജറി ചെയ്യുമ്പോട്ടോ. ക്ലിയർ. ഇനി അത് എൻഡിയർ ലോബും ഇസ്തുമസും അടുത്ത ലോബിന്റെ പകുതി റിമൂവ് ചെയ്താലോ? എൻഡിയർ ഒരു ഫുൾ ലോബും ഇസ്തുമസും അടുത്ത ലോബിന്റെ പകുതിയും റിമൂവ് ചെയ്താൽ എന്ത് വിളിക്കാം? ഹാർലി ഡൺഹിൽ ഓപ്പറേഷൻ എന്ന് പറയാം. ക്ലിയർ? കിട്ടിയോ? ക്ലിയർ ആയോ? കിട്ടിയോ? അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ. അതാ പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ ചോദിക്കുക. എന്താ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ കൂടെ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടാവുന്നു.
ഹൈപ്പോ ഉണ്ടോ? ഹൈപ്പോ തെറസ് 50% പേഷ്യൻസ് എപ്പോഴും ഹൈപ്പോ തെറസ് വരാറില്ലേ? ഹൈപ്പോ തെററിസം പറയും. നേരത്തെ പറഞ്ഞ അടുത്ത ഒരു കോഴ്സ് ഉണ്ട്, ലാരിഞ്ചൽ നെർവ് ഇഞ്ചറി. ലാരിഞ്ചൽ നെർവ് ഇഞ്ചറി ഞാൻ പുതിയ പറഞ്ഞാണ് അല്ലെ. ലാരിഞ്ചൽ നെർവിന്റെ ഏതൊരു പാർട്ടിൽ സർജറി സമയത്ത് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, അടിച്ചു പോകും. അപ്പൊ ലാരിഞ്ചൽ നെർവ് ഇഞ്ചറിയും ഉണ്ടോ? അത് എഴുതി ചോദിക്കും കേട്ടോ, ചോദിക്കും. അവിടെ ചോദ്യം ഉണ്ടായിരുന്നു, ഇത് ലാരിഞ്ചൽ നെർവ് അത് ഏത് നെർവിന്റെ ഭാഗം? ചോദ്യം ഉണ്ടായിരുന്നു. ഇത് ലാരിഞ്ചൽ നെർവ് അത് ഏതോ ഒരു നെർവിന്റെ ഭാഗം ഏതാ? ഇത് വാഗസിന്റെ ആണോ? ലരിഞ്ചൽ നെർവ് ഏത് നെർവിന്റെ ഭാഗമാണ്? ലരിഞ്ചൽ നെർവ് ഏത് നെർവിന്റെ ഭാഗമാണ്? വേഗസ് അല്ലേ? വേഗസിന്റെ ബ്രാഞ്ച് അല്ലേ? അല്ലേ? ഇത് ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ് തൊട്ടടുത്തൂടെ പോകുന്നല്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡ് തൊട്ടടുത്തുകൂടെ പോകുന്നല്ലേ? അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡ് തൊട്ടടുത്തുകൂടെ പോകുന്നാലും നമുക്ക് സംസാരിക്കുമ്പോൾ ഇത് വോക്കൽ കോഡിന് സപ്ലൈ ചെയ്ത നെർവ് ഏതാ? സംസാരിക്കാൻ വേണ്ടി ഇത് വോക്കൽ കോഡിന് സപ്ലൈ ചെയ്യുന്ന ആരാ? 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 ആരായിരിക്കും? ആരാ? വോക്കൽ കോഡ് ലരിഞ്ചലല്ലേ? ലരിഞ്ചലല്ലേ? ലരിഞ്ചല്ലേ? അപ്പൊ അവിടെ ഇഞ്ചുറി വന്ന സർജറി സമയത്ത് അവിടെ ഒരു ഇഞ്ചുറി വന്നാലും ഈ പറഞ്ഞ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും തൈറോയിഡക്ടമി കഴിഞ്ഞ പേഷ്യൻസ് എപ്പോഴും ഡോക്ടേഴ്സ് പേഷ്യന്റ് എപ്പോഴും ആദ്യം തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്ന കാരണം ഇതറിയാൻ വേണ്ടി. ക്ലിയർ? 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 പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? യെസ്. എന്താ മാനേജ്മെന്റ്? മാനേജ്മെന്റ് 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 5 ബ്രേക്ക് ഇട്ടെ, 5 ബ്രേക്ക് ഇട്ടെ, 5 മിനിറ്റ്സ് ബ്രേക്ക് ഇട്ടെ. 11 മണിയല്ലേ? 11 മണി, 10 മണി തുടങ്ങിയിട്ട് 10:10 11:10 11:10 11:10. എങ്കിൽ ഒരു 11:15 ബ്രേക്ക് കേട്ടോ. ഒരു 11:15 വരെ ബ്രേക്ക്. 11:15 വരെ ബ്രേക്ക് തരാം. ഓടിപ്പോട്ടോ. 11:15 വരെ ഓക്കെ. ബ്രേക്ക്. 11:15 വരെ ബ്രേക്ക്. ഓടിപ്പോട്ടോ.
സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ ആരെങ്കിലും വായിച്ചു നോക്കിയായിരിക്കും. ആരെങ്കിലും വായിച്ചു നോക്കിയോടെ ഇത്? ആരെങ്കിലും ഒരിക്കൽ വായിച്ചു നോക്കിയത്? ഒരിക്കൽ പഠിച്ചായിരിക്കും. ഒരിക്കൽ പറഞ്ഞ പഠിച്ചോ? സുഖമായിട്ട് പഠിച്ചല്ലോ? പഠിച്ചോ എല്ലാവരും ഒരിക്കൽ ഇങ്ങനെ ഒരു ക്ലാസ് പഠിച്ചതല്ലേ ഇതല്ല? ഒരു തവണ എല്ലാം പഠിച്ചു എല്ലാവരും പഠിച്ചോ? ഒരു തവണ നിങ്ങൾ എല്ലാവരും പഠിച്ചതല്ല? പഠിച്ചു. ഇത് കണ്ടപ്പോ ഓർമ്മ എടുത്തുള്ളൂ എല്ലാവരും? കണ്ടപ്പോ ഓർമ്മ എടുത്തുണ്ടോ? അവിടെ വലിയ ചോദ്യമുണ്ട്. ഇതിന്റെ പൊസിഷൻ എന്താ? ഹൈപ്പർ തൈറോയിഡ്സ് വരുമ്പോൾ പൊസിഷൻ കൊടുക്കാം, സർജറി ഇത് കൊടുക്കാം. സെമി പൗഡർ അല്ലേ? പൗഡറല്ലേ? ചോദ്യം വരും. പൊസിഷൻ എന്താ? സെമി പൗഡർ അല്ലേ? പൊസിഷനായി സെമി പൗഡർ കൊടുക്കാം. ഇനി വേറെന്തെങ്കിലും ഇത് മാനേജ്മെന്റ് ആയിട്ട് സയൻസസ് നോക്കണം. വേറെ എന്തെങ്കിലും മാനേജ്മെന്റ് ആയിട്ട് സയൻസസ് നോക്കണം. സയൻസസ് നോക്കാറുണ്ടോ? ഹൈപ്പോ കാൽഷ്യം നോക്കണോ? സയൻസസ് സിംറ്റമായിട്ട് ഹൈപ്പോ കാൽഷ്യം വന്നാൽ എന്ത് അസുഖം? ഇത് ടെറ്റനി വരാമോ? ഇത് ഹൈപ്പോ കാൽഷ്യം ടെറ്റനി വരാമോ? അല്ലേ? ഒന്നൂടെ ടെറ്റനി വന്നൂടെ വരാമല്ലോ. ഹൈപ്പോ കാൽഷ്യം വന്നു കഴിഞ്ഞാൽ പതിയെ ടെറ്റനി വരാം. അവിടെ ഒരു ചോദ്യം കേരള PSC ചോദ്യമാണ് ഈ പറഞ്ഞ ഇതിന്റെ ടെറ്റനിയുടെ ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് എന്താ? അതാണ് ചോദ്യം. ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു. ടെറ്റനിയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താ? ടെറ്റനി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഡ്രഗ് കൊടുക്കും? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് അല്ലേ? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഇഞ്ചക്ഷൻ ആണോ? ഇഞ്ചക്ഷൻ അല്ലേ? ഇഞ്ചക്ഷൻ അല്ലേ? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ്. ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ള കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കണം. മാത്രമല്ല ഇപ്പൊ മാനേജ്മെന്റ് ആയിട്ട് സോളോയി മോണിറ്റർ ചെയ്യണ്ടേ? അതിനു വേണ്ടിയാ എന്തെങ്കിലും ഇത് ബ്ലീഡിംഗ് കൊണ്ട് അറിയാൻ വേണ്ടിയില്ലേ? അപ്പൊ എന്താ പൊസിഷൻ? പൊസിഷൻ സെമി ഫോൾഡർ പൊസിഷൻ കൊടുക്കാം. ആൻഡ് ടെറ്റനി നോക്കണം അല്ലേ? ടെറ്റനി നോക്കണം. ഹൈപ്പോ കാൽഷ്യം വന്നാൽ ടെറ്റനി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആയിട്ട് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് കൊടുക്കാം. മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ട് സോളോയി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫ്രീക്വന്റ് ആയിട്ട് സോളോയി മോണിറ്റർ ചെയ്യണം. മറക്കുക. ക്ലിയർ? ഹൈപ്പർ കിട്ടിയോ? ഹൈപ്പർ ഫുൾ ക്ലിയർ ആയോ? കിട്ടിയോ എല്ലാവരും പറഞ്ഞേ. ഹൈപ്പർ ഫുൾ ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ? ഹൈപ്പർ ഫുൾ ക്ലിയർ ആയെങ്കിൽ നെക്സ്റ്റ് ഹെഡിങ് ഇടുക ഹൈപ്പോ തൈറോയിഡ്സ്. തുടങ്ങാം. പഠിച്ചെന്താ ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോണിന്റെ ഇത് ഡെഫിഷ്യൻസി വരുന്നതല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇത് ഡെഫിഷ്യൻസി വരുന്നല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇത് ഡെഫിഷ്യൻസി ഹൈപ്പ് വരുന്നത് അല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇത് ഡെഫിഷ്യൻസി ആകുമ്പോഴല്ലേ ഹൈപ്പ് വരുന്നത്? ഹൈപ്പ് വരാൻ കാരണം തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഇത് ഡെഫിഷ്യൻസി. അവിടെ നമുക്ക് ചോദ്യം പ്രധാനമായിട്ട് വരുന്നത് അതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈപ്പോയുടെ ടൈപ്സ് എപ്പോഴും കേരള PSC പ്രീവിയസ് ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻസ് പഠിക്കണം. എന്താണ്? രണ്ട് ടൈപ്പ് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് പേര് വെക്കാം. പ്രധാനമായിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഹൈപ്പോ തൈറോയ്ഡ് മുന്നിൽ ഉണ്ടെങ്കിൽ രണ്ട് ടൈപ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഏതൊക്കെയാ? ഒന്ന് എവിടെയെങ്കിലും ക്രിട്ടനിസം അല്ലെങ്കിൽ കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിന്റെ ഏറ്റവും മെയിൻ ഫസ്റ്റ് ടൈപ്പ് രണ്ടെണ്ണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഏതാ? ക്രിട്ടനിസം അല്ലെങ്കിൽ കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടനിസം അല്ലെങ്കിൽ കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യം എന്താണ്? സിമ്പിളാ.
ഒറ്റ വാക്കിൽ പറയാം, ഒറ്റ വാക്കിൽ പറയാം, ആബ്സെൻസ് അല്ലേ? ഒറ്റ വാക്കിൽ പറയാം ആബ്സെൻസ്. ഇതിന് ആബ്സെൻസാ ഹൈപ്പോതൈറോയിഡിസം ഡ്യൂ ടു എന്തുകൊണ്ടാ? കൺജനൈറ്റൽ ആബ്സെൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡ് ജനിച്ചപ്പോൾ തന്നെ ഇല്ല. ഒന്നുകൂടെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് ജനിച്ചപ്പോഴേ ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇത് വന്നൂടെ? കൺജനൈറ്റൽ ആബ്സെൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് വന്നൂടെ? മാത്രമല്ല അട്രോപ്പി വരുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ചുരുങ്ങി പോവുക. തൈറോയ്ഡ് ഗ്ലാൻഡ് അട്രോപ്പി ആയി വന്നൂടെ? ഒന്നുകൂടെ വന്നൂടെ ഒന്നുകൂടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കൺജനൈറ്റൽ ആബ്സെൻസോ അല്ലെങ്കിൽ അട്രോപ്പി ആയി പോയാലും എപ്പോഴും ഈ പറഞ്ഞ ക്രിട്ടൻസം ഉണ്ടാകാം. ആയിക്കോട്ടെ. നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ T4 ഫംഗ്ഷൻ പറഞ്ഞു. എന്താ ഫംഗ്ഷൻ പറഞ്ഞത്? T3 T4 ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? T3 T4 ഫംഗ്ഷൻ പറഞ്ഞു. ഇസ് ദ മെന്റൽ ഗ്രോത്ത് സൈക്കിൾ ഉണ്ടോ? മെന്റൽ ഗ്രോത്തിനും ഫിസിക്കൽ ഗ്രോത്ത് സൈക്കിൾ ഉണ്ടോ? മെന്റൽ ഗ്രോത്തിനും ഫിസിക്കൽ ഗ്രോത്തിനും T3 T4 സഹായിക്കാറുണ്ടോ? മെന്റൽ ഗ്രോത്തിനും ഫിസിക്കൽ ഗ്രോത്തിനും T3 T4 സഹായിക്കാറുണ്ട്. സഹായിക്കല്ലേ? അത് റൈറ്റ് ഓഫ് മറ്റേ സഹായിക്കാറില്ലേ? സഹായിക്കാറില്ലേ? അത് ആ സമയത്ത് ഇതേപോലത്തെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ ജനിക്കുമ്പോൾ തന്നെ ആബ്സെന്റ് ആണെങ്കിൽ അട്രോപ്ഡ് ആയി പോയാലും ഇതിനെ ബാധിക്കില്ലേ? കുട്ടികൾക്ക് ഈ പറഞ്ഞ ആബ്സെന്റ് ആണെങ്കിൽ, ജനിക്കുമ്പോൾ തന്നെ ആബ്സെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അട്രോപ്ഡ് ആയി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും എല്ലാം അഫക്ട് ആയിക്കൂടെ? അത് ഏറ്റവും പറ്റുമ്പോൾ അഫക്ട് ആയിക്കൂടെ? ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഈ പറഞ്ഞ തൈറോയ്ഡ് ഇല്ലെങ്കിലും അട്രോപ്ഡ് ആയി പോയി കഴിഞ്ഞാലും കുട്ടികളുടെ ഫിസിക്കൽ ഗ്രോത്തിനും അത് മെന്റൽ ഗ്രോത്തിനും മറ്റേ വോൾസിനെ എല്ലാം ബാധിക്കില്ലേ? ബാധിക്കില്ലേ? ബാധിക്കും. അങ്ങനെ കുട്ടി എന്തായി മാറും? സ്റ്റണ്ടഡ് ഗ്രോത്ത് വരും. സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയി മാറില്ലേ? സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയി മാറും. ഫിസിക്കലും മെന്റലായിട്ട് ഗ്രോത്ത് അധികം ഇല്ലാതെ മാറില്ലേ? സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയി മാറില്ലേ? തൈറോയ്ഡ് ഗ്ലാൻഡ് ജനിക്കുമ്പോൾ തന്നെ ആബ്സെന്റ് ആണെങ്കിൽ ക്രിട്ടനിസം ഉണ്ടാകും. അത് കാരണം ഗ്രോത്ത് റിട്ടാർഡേഷൻ വരും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആവും അല്ലെ? സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉറപ്പായി ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിട്ടനിസം വരുന്നത് ഹൈപ്പറിലാണോ ഹൈപ്പോ ചോദ്യം. കേരള P6 പ്രീവിയസ് ചോദ്യം. ഇത് ക്രിട്ടനിസം വരുന്നത് അത് ഏതിന്റെ ടൈപ്പാണ്? ഹൈപ്പർ തൈറോയിഡിസം ആണോ ഹൈപ്പോ തൈറോയിഡിസം ആണോ? അതായത് പ്രീവിയസ് ചോദ്യം. ക്രിട്ടനിസം വരുന്നത് ഹൈപ്പോ തൈറോയിഡിസിലാണോ ഹൈപ്പറിനകത്താണോ എന്നാണ് ചോദ്യം. ഹൈപ്പോ അല്ലേ? ഹൈപ്പോ അല്ലേ? അത് ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ഇല്ലാത്ത കാരണം എന്താ? ഇവിടെ ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് അധികം ഹോർമോൺസ് ഇല്ല. കാരണം എന്താ? ഇവിടെ കുട്ടി ജനിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആബ്സെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അട്രോപ്ഡ് ചുരുങ്ങി പോവാം. രണ്ട് കാരണം കൊണ്ട് എന്ത് ചെയ്യാം? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരികയും ഫിസിക്കൽ ഗ്രോത്തും മെന്റൽ ഗ്രോത്തും സ്റ്റാൻഡേർഡ് ആയി മാറുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ആയി കിട്ടിയല്ലോ. ഹൈപ്പോയുടെ ഫസ്റ്റ് കിട്ടിയല്ലോ. ക്രിട്ടൻസ് ചോദിക്കും. ഹൈപ്പോയുടെ ഫസ്റ്റ് ടൈപ്പ് ക്രിട്ടൻസ്. സെക്കൻഡ് ഏതാ? മിക്സഡ് എന്തായിരിക്കും ഇത്? എന്താ ഇത്? ആറിലോട്ടോ അത്. മിക്സഡിമ എന്ന് പറയുമ്പോ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് മിക്സഡിമ. ഹൈപ്പോ തൈറോയിഡിസം രണ്ടാമത്തെ ടൈപ്പാണ് മിക്സഡിമ. ആറിലെ വരുന്നത് കുട്ടികളിലാണോ അഡൽട്ട് ആണ്? ചോദിക്കും. ഹൈപ്പോ തൈറോയിഡിസം കുട്ടികളിൽ വന്നാൽ ക്രിട്ടനിസം അല്ലെ? ഹൈപ്പോ തൈറോയിഡിസം കുട്ടികളിൽ വന്നാൽ അത് ക്രിട്ടനിസം. അഡൽട്ട് എന്ന് വിളിക്കാം. അഡൽട്ട് ആണെങ്കിൽ എന്താ? മിക്സഡിമയിലെ ഹൈപ്പോ തൈറോയിഡിസം ഇൻ ദ അഡൽട്ട്ഹുഡ് ഈസ് നോൺ ആസ് എന്താ? മിക്സഡിമ അല്ലെ? അഡൽട്ട്ഹുഡിൽ വരുന്ന ഹൈപ്പോ തൈറോയിഡിസം പറഞ്ഞ പേരെന്താ? അഡൽട്ട്ഹുഡിൽ വരുന്ന ഹൈപ്പോ തൈറോയിഡിസിനെ പറയുന്ന പേരെന്താ? ചോദ്യ. അഡൽട്ട്ഹുഡിൽ വരുന്ന ഹൈപ്പോ തൈറോയിഡിസിനെ പറയുന്ന പേരെന്താ? മിക്സഡിമ. ആൻഡ് ചൈൽഡ്ഹുഡ് ആണെങ്കിലോ? കുട്ടികളാണെങ്കിലോ? ക്രിട്ടനിസം. കുട്ടികൾ ക്രിട്ടനിസവും അഡൽട്ട് ആണെങ്കിൽ മിക്സഡിമ. ക്ലിയർ ആയല്ലോ? ചോദിക്കാം. കുട്ടികളാണെങ്കിൽ കൺജനൈറ്റൽ ആയിട്ട് ഗ്ലാൻഡ് ആബ്സെന്റ് ആവുകയോ അട്രോപ്ഡ് ആയി ചുരുങ്ങി പോയി ചെയ്യല്ലേ? എങ്കിൽ ക്രിട്ടനിസം എന്ന് പറയും. അഡൽട്ട് എന്താണ്? അഡൽട്ടിനാണെങ്കിൽ മിക്സഡിമ വിളിക്കാം. മിക്സഡിമ എന്ന് എന്തായിരിക്കും? ഒരുപാട് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. സോ ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് കോസസ് വെച്ച് തന്നെ വേറെയും ടൈപ്പ് ഹൈപ്പോ തൈറോയിഡിസം കോസുകൾ വെച്ച് തന്നെ വീണ്ടും തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാ? ഹൈപ്പോ തൈറോയിഡിസം കോസസ് വെച്ച് മാത്രം തന്നെ വീണ്ടും തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് പ്രൈമറി
ഹൈപ്പോ തൈറോയിഡിസം. പ്രൈമറി കോഴ്സ് വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഹൈപ്പോ നമുക്ക് വേറെയും പല ടൈപ്സ് ആ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം എന്തായിരിക്കും? പറഞ്ഞേ ഉള്ളൂ. ഹൈപ്പോ തൈറോയിഡിസം എന്തായിരിക്കും? പ്രശ്നം എന്തായിരിക്കും? തൈറോയിഡ് ഗ്ലാൻഡ് ഒന്നുകിൽ കൺജനറ്റൽ ആബ്സെൻസ് ഒന്നുകൂടെ തൈറോയിഡ് ഗ്ലാൻഡിന് കൺജനറ്റൽ ആബ്സെൻസ് വന്ന് വരാമോ? പ്രൈമറി ആണോ? പറഞ്ഞാടേ അല്ലേ ഇത് ഈ പറഞ്ഞ എന്താണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ എന്താണ് കൺജനറ്റൽ ആബ്സെൻസ് കാരണം പ്രൈമറി വരാം. ആ പ്രൈമറിക്കകത്ത് പറഞ്ഞത് ക്രിട്ടൻസ് പറഞ്ഞില്ലേ? അപ്പൊ ക്രിട്ടൻസ് എപ്പോഴും പ്രൈമറിക്കകത്ത് വരുന്നതല്ലേ? ക്രിട്ടൻസ് എപ്പോഴും പ്രൈമറി ഹൈപ്പോക്കകത്ത് വരുന്നതല്ലേ? ക്രിട്ടൻസ് എപ്പോഴും പ്രൈമറി ഹൈപ്പോ തൈറോയിഡ്സിനകത്ത് വരുന്നതാണ്. ഒന്നുകിൽ കൺജനറ്റഡ് ആബ്സെന്റ് ആണെങ്കിൽ എപ്പോഴും പ്രൈമറി വരാം. അവിടെ നമ്മൾ ഈ ഒരു വാക്ക് പഠിച്ചത് ക്രിട്ടനിസം പറഞ്ഞു. ക്ലിയർ? ഇനി ഇത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം വരും. അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം വരുമോ? അയഡിൻ ഡെഫിഷ്യൻസി ഒന്നുകൂടെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം. അയഡിന്റെ ഡെഫിഷ്യൻസി ഒന്നുകൂടെ അയഡിൻ എന്തിനു വേണം? അയഡിന്റെ ആവശ്യം എന്താ? തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ വേണ്ടേ? തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ വേണ്ടേ? തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ T3 T4 ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ വേണ്ടേ? T3 T4 ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ വേണ്ടേ? ഒന്നുകൂടെ വേണ്ടേ? വേണം. പിന്നെ നേരത്തെ പറഞ്ഞ ഡ്രഗ് ഇല്ലേ PTU, ഓർമ്മയുണ്ടോ? അത് ആന്റിത്തെ ഡ്രഗ്സ് എല്ലാം എക്സസീവായിട്ട് കഴിച്ചതൂടെ കഴിച്ചതൂടെ നേരത്തെ പറഞ്ഞത് PT ഓർമ്മയുണ്ടോ? ഇത് പ്രൊപ്പൈൽ തൈറോയിഡ് ഓർമ്മയുണ്ടോ? അത് എക്സസീവായിട്ട് കഴിച്ചാൽ ഹൈപ്പോയിലോട്ട് പോവാം. എക്സസീവായിട്ട് PT എന്ന് പറഞ്ഞ ഡ്രഗ് കഴിച്ചാലും ഹൈപ്പോയിലോട്ട് പോകാം. പിന്നെ സർജറിയോ റേഡിയേഷനോ ഒക്കെ ഉണ്ട്. സർജിക്കൽ പറഞ്ഞില്ലേ? സർജറി റേഡിയേഷൻ കാരണം പോകാം. എന്താണ് ഇത് ഹാഷിമോട്ടോസ് എന്താ പറഞ്ഞത്? ഹാഷിമോട്ടോസ് തൈറോയിഡ്സ് എന്താ പറഞ്ഞത്? ഹാഷിമോട്ടോ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹാഷിമോട്ടോസ് തൈറോയിഡ്സ് എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ്. എന്താ പറഞ്ഞത്? പറഞ്ഞു. ആട്ടോഇമ്യൂൺ ഇത് ഡിസ്ട്രക്ഷൻ ആണോ? തൈറോയ്ഡ് ഫോളിക്കിൾസിന്റെ തൈറോയിഡിക്കൽ ഫോളിക്കിൾ സെല്ലിന്റെ ആട്ടോമിക് ഡിസ്ട്രക്ഷൻ ആണോ? അപ്പൊ അതൊരു കോഴ്സ് ഒന്നുകൂടെ. അതിന്റെ കോഴ്സ് ഒരു കോഴ്സ് ഇല്ലേ? അത് കാരണം ഒന്നുകൂടെ. അല്ലേ? അതും ഒന്നുകൂടെ. തൈറോയിഡൈറ്റിസ് വരാമോ? തൈറോയിഡൈറ്റിസ് ഒന്നുകൂടെ. തൈറോയിഡൈറ്റിസ് കാരണം അല്ലേ? പ്രത്യേകിച്ച് ഏതാ? ലിംഫോസൈറ്റിക് തൈറോയിഡിസ്. പ്രത്യേകിച്ച് ലിംഫോസൈറ്റിക് തൈറോയിഡ് എന്തായിരിക്കും അതിലെ? എന്താണ് ഇത് ലിംഫോസൈറ്റ് തൈറോയിഡിസ്? എന്താ ലിംഫോസൈറ്റിക് തൈറോയിഡൈസ് എന്തായിരിക്കും? ഈ പറഞ്ഞ ലിംഫോസൈറ്റ് സെൽസ് തൈറോയിഡ് ഗ്ലാൻഡ് അറ്റാക്ക് ചെയ്തതാണോ? സ്വന്തമായിട്ടുള്ള ലിംഫോസൈറ്റ് സെൽസ് തൈറോയിഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യുന്നതാണോ? ലിംഫോസൈറ്റ് തൈറോയിഡിസ് ആട്ടോഇമ്യൂൺ ഡിസ്ട്രക്ഷൻ ആണോ? ആട്ടോഇമ്യൂൺ ഡിസ്ട്രക്ഷൻ എന്നറിയാം. സ്വന്തമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നതല്ലേ? സ്വന്തമായിട്ട് തന്നെ തൈറോയിഡ് ഫോളിക്കിൾസിനെ ലിംഫോസൈറ്റിക് സെൽസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു കോസാണ്. ഇതും പതിയെ ഹൈപ്പോ തൈറോയിഡ്സിലോട്ട് ലീഡ് ചെയ്യും. ഇതും പതിയെ ഹൈപ്പോ തൈറോയിഡ്സിലേക്ക് ലീഡ് ചെയ്യും. എന്തെല്ലാം പറഞ്ഞതെല്ലാം പ്രൈമറി ഹൈപ്പോക്കകത്ത് വരുന്ന കാര്യമാണ്. ക്ലിയർ? ഈ പറഞ്ഞ എല്ലാം പ്രൈമറി ഹൈപ്പോക്കകത്ത് വരുന്ന മെയിൻ കോസസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഈ ഹാഷിമോട്ടോയ്ക്ക് വേറെ പേരുണ്ടറിയാമോ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വേറെ അറിയാമോ? ഇത് ക്രോണിക് ലിംഫോസൈറ്റിക് തൈറോയിഡൈറ്റിസ് കേട്ടോ. ഹാഷിമോട്ടോസ് പറഞ്ഞില്ലേ? ഹാഷിമോട്ടോസ് പറഞ്ഞു. അതിന് മറ്റൊരു പേരുണ്ട്, ഓർമ്മിച്ചോളെ. എന്താ? ക്രോണിക് ലിംഫോസൈറ്റിക് തൈറോയിഡൈറ്റിസും എന്ന് പറയാം. സോ ഇത്രയുമാണ് പ്രൈമറി ഹൈപ്പോ തൈറോയിഡ്സ്. ക്ലിയർ ആയോടെ? പ്രൈമറി കിട്ടിയോ?
The primary clear. The primary clear. The primary clear. Clear, clear. Primary clear. Clear ആയോ? The primary clear ആയോ? Second നോക്കണോ അടുത്ത ദിവസം മതിയോ? Second നോക്കണോ അടുത്ത ദിവസം വേണോ? Second നോക്കണോ അടുത്ത ദിവസം വേണോ? Second നോക്കണോ നെക്സ്റ്റ് ഡേ മതിയോ? ഇന്ന് വേണോ? സെക്കൻഡ് തൊട്ട് സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡ് തൊട്ട് നെക്സ്റ്റ് ഡേ എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്യണോ? ആൻസർ പറയാ. ആൻസർ സെക്കൻഡറി തൊട്ട് നെക്സ്റ്റ് ക്ലാസ് മതിയോ? സെക്കൻഡ് തൊട്ട് നെക്സ്റ്റ് ക്ലാസ് മതിയോ? 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 യെസ് മതി. നെക്സ്റ്റ് ഡേ ഓ അത് ഞാൻ ഇപ്പൊ സമയം കുറച്ച് മുൻകൂട്ടിക്കും. സമയം ഒരു 7 തുടങ്ങിയാലേ ഒരു 7 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കൂടെ പഠിക്കാം. ഓക്കെ, ഒരു 7 മുൻകൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫസ്റ്റുള്ള കാര്യങ്ങൾ പഠിക്കാം, ശേഷം റിവിഷൻ നോക്കാം. ഓക്കെ ഓക്കെ, ടുമാറോ നോക്കട്ടെ. ടുമാറോ അല്ലേ? ടുമാറോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ടുമാറോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു.